എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ സൂമിലോട്ട് സ്വാഗതം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് തങ്കമണി. ഞാൻ എറണാകുളം എടപ്പള്ളി ലുലുമാളുടെ അമൃത ഹോസ്പിറ്റലിന്റെ അടുക്കാണ് താമസം. ഇന്ന് നമ്മളുടെ സൂമില് ഒരു സാന്നിധ്യം കുറവാണ്. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഓണം നബിദിന കഴിഞ്ഞു പോയതേ ഉള്ളൂ. വൈബിലാണ് എല്ലാവരും. ഓക്കെ സാറേ. എല്ലാ ലീഡേഴ്സും ഓണം നബിദിനം വൈബിലായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നണു ഇന്നത്തെ നമ്മുടെ സൂമില് എല്ലാവരും തന്നെ എത്തിയിട്ടില്ല. പക്ഷെ ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള എല്ലാ ലീഡേഴ്സും കറക്റ്റ് സമയത്ത് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷവും അഭിമാനം തോന്നുന്നു. ഇപ്പൊ തന്നെ നേരത്തെ ഒരു സാറ് ഫീൽഡിലോട്ട് ഇറങ്ങി. നമുക്ക് ഇന്നത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അഭിലാഷ് സാറാണ്. പക്ഷെ അതിനു മുമ്പ് എല്ലാ ലീഡേഴ്സും നിർബന്ധമായിട്ടും ഒരു ബുക്കും പേനയും കരുതണം. അതിനുള്ള ടൈം തരുന്നു. കാരണം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. അപ്പൊ ജീവിതത്തിൽ വിജയിച്ചവരും ബിസിനസ്സിൽ വിജയിച്ചവരും നമുക്ക് അവരുടേതായ എക്സ്പീരിയൻസ് പകർന്നു തരുമ്പോൾ നമ്മൾ ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറുള്ള കാര്യങ്ങൾ കൊണ്ട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലോട്ട് ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരും നോട്ട്ബുക്കും പേനയും കരുതുക. മറ്റ് ശബ്ദമൊന്നും കേൾക്കാത്ത വിധത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ സൂം മീറ്റിംഗിലോട്ട് അഭിലാഷ് സാറിനെ സ്വാഗതം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് ഭയങ്കര ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഒരു ലീഡർ എന്നതിനപ്പുറം ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ലൊരു വ്യക്തിത്വം ഉള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അന്നേരം എനിക്ക് കൂടുതലൊന്നും ഇദ്ദേഹത്തെ അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ആ കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം നമ്മുടെ KBC ടീമിന്റെ ഇത്രയും നല്ലൊരു ടീമിനെ നയിച്ചു കൊണ്ട് പോകുക എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. നല്ലൊരു ടീം സപ്പോർട്ട് കൊടുക്കുക, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ബിസിനസിന്റെ അപ്പുറം നല്ലൊരു വ്യക്തിബന്ധം വെച്ചിട്ട് എല്ലാവരെയും ഒരു നൂലിൽ ഉള്ളൊരു മുത്ത് കോർത്തതുപോലെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പേഴ്സണലി ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഭിലാഷ് സാറിനെ പറ്റി അറിഞ്ഞ കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ തടിയും വെയിറ്റും ഹൈറ്റും വെച്ച് അത്രയും വലിയൊരു മനസ്സിനും കൂടി ഉടമയാണ്. ഒരു 104ഓളം പേർക്ക് ഇദ്ദേഹത്തിന്റെ ഈ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ദാനം ചെയ്ത് ഒരുപാട് ജീവൻ നിലനിർത്താനായിട്ട് സാധിച്ചെന്നുള്ളൊരു കാര്യം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അറിഞ്ഞപ്പോൾ എന്താന്നറിയില്ല, നമുക്ക് വലിയൊരു അഭിമാനമായി. പത്രത്തിൽ അദ്ദേഹത്തെ പറ്റി വന്ന ന്യൂസിലും അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹം ഇപ്പൊ ചെയ്യുന്നത് ഈ ബയോട്ടേറിയം എന്ന ബിസിനസ് കമ്പനിയിലാണ് എന്നുകൂടി ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പത്രവാർത്തയിൽ ഈ ബയോട്ടേറിയം എന്ന് പറഞ്ഞ ഒരു പേര് വന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ എല്ലാ ടീമിന്റെയും ഒരു വലിയൊരു അഭിമാനമാണ് ഇന്നത്തെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അഭിലാഷ് സാർ കുമ്പളങ്ങി. ഞാൻ ഒരുപാട് വൈകിയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ടീമിന്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്കും അഭിമാനം തോന്നുന്നു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഏതൊരു പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ അപ്പുറം അവർക്ക് എന്തെങ്കിലും ക്വാളിറ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നു. അതിന്റെ അപ്പുറം നമ്മൾ ബയോട്ടേറിയൻസും മനുഷ്യത്വം വളരെ കൂടുതലുള്ളവരാണ്. കാരണം എല്ലാവർക്കും ഒരു ചാരിറ്റി പ്രവർത്തനം പോലെ
ബിസിനസ് മാത്രം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നവരല്ല. അതിലുപരി മറ്റുള്ളവരുടെ അസുഖവും കഷ്ടപ്പാടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കണ്ടിട്ട് അവരിലോട്ട് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാനായിട്ട് ആദ്യമൊന്നും നമുക്ക് ഒരു ഫാമിലി ബോണസോ ഒന്നും കിട്ടാതെ തന്നെ ഫീൽഡിലോട്ട് ഇറങ്ങി ഒരുപാട് ആളുകൾക്ക് സഹായം ആയിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മനസ്സുള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുക. ഓണവും നബിദിനവും കഴിഞ്ഞ ഈ സമയത്ത് നമുക്ക് ഇനി വേണ്ടത് നല്ല സാമ്പത്തിക ഭദ്രതയാണ്. അതിനുവേണ്ടി ഇന്നത്തെ ഡ്യൂപ്ലിക്കേഷൻ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നത് സാമ്പത്തികമായിട്ട് ബിസിനസ്സിൽ നല്ലൊരു ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിലാഷ് സാറിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പേരിൽ അഭിലാഷ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. വെൽക്കം. താങ്ക് യു തങ്കമണി മാഡം. വളരെ വളരെ സന്തോഷം. വളരെ മനോഹരമായിട്ട് തന്നെ പരിചയപ്പെടുത്തി. കൂടുതൽ സന്തോഷം. ഇനിവേ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാനും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും ഓണത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ആ ഒരു തിമർപ്പിലാണ് ഉള്ളത്. ആ ഒരു മൂഡിൽ തന്നെയാണ്. കുറെ ആളുകൾ നമ്മുടെ KBCയുടെ 2 ഡേ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആളുകൾ ഉണ്ടാവാതിരിക്കാം. എനിവേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എന്റെ പേര് അഭിലാഷ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിലാണ് താമസിക്കുന്നത്. ബൈട്ടോറിയം ബിസിനസ് കഴിഞ്ഞ ഒരു 2.25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വരുന്ന നവംബർ മാസം 1-ാം തീയതി ആവുമ്പോ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 3 വർഷം പൂർത്തിയാവും. നമ്മുടെ സബ്ജക്റ്റിലേക്ക് നേരിട്ട് കടക്കുകയാണ്. അതിനു മുന്നേ നമ്മുടെ അച്ചീവ്മെന്റുകളൊക്കെ കുറെ ആളുകളോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. എനിവേ ഈ കഴിഞ്ഞ 2.25 വർഷക്കാലം കൊണ്ട് ഞാനും എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള സുധീർ നെട്ടൂർ ഞങ്ങൾ ഒരുമിച്ച് പാർട്ണർഷിപ്പിലാണ് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 40 ലക്ഷം രൂപയിലേക്ക് അടക്കുന്ന ഒരു വരുമാനം ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വലിയ വരുമാനം ഈ സമയം കൊണ്ട് എത്തിക്കാനായിട്ടും കഴിഞ്ഞു. അതാണ് മറ്റൊരു സന്തോഷം എന്നുള്ളത്. ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ പ്രകാശം, അതായത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ അസുഖങ്ങൾ കൊണ്ട് മറ്റു പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിരവധി മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം. സാമ്പത്തികത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഒരു മേഖലയിൽ നമുക്ക് എല്ലാവർക്കും വലിയ ഒരു വെളിച്ചം പകർന്നു കൊടുക്കാനായിട്ട് പല മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി മാറാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ് ചെയ്യുന്ന ഏതൊരു മനുഷ്യന്റെയും ഏതൊരു വ്യക്തിയുടെയും ഏതൊരു ലീഡറിന്റെയും ഒരു കിട്ടുന്ന ഭാഗ്യം. അതാണ്. ആ ഒരു വിശ്വാസത്തിൽ വേണം ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ. അതാണ് നമ്മുടെ മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ നമ്മുടെ വിഷയം എന്നുള്ളത് ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേഷൻ നമുക്ക് കേൾക്കുന്ന സമയത്ത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, എന്നാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യം കൂടിയാണ്. ശരിയല്ലേ? ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അനുകരണം എന്നുള്ളതാണ് മലയാള വാക്ക്. ഈ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതും കുറച്ച് പ്രയാസമുള്ളത് കാര്യമായിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു അനുകരണം, നമ്മുടെ അനുകരണത്തെ കുറിച്ച് നമുക്ക് TV-യിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജ് ഷോകളിലൊക്കെ നമ്മൾ അനുകരണം കണ്ടിട്ടുണ്ട് അല്ലെ? പല വ്യക്തികളെയും നമ്മൾ അനുകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സിനിമാ താരങ്ങളെ അനുകരിക്കുന്നു, രാഷ്ട്രീയ നേതാക്കളെ അനുകരിക്കുന്നു. അതൊക്കെ അവരുടെ ശബ്ദങ്ങളും അവരുടെ മാനറിസങ്ങളൊക്കെയാണ് അനുകരിക്കുന്നത്. അത് മറ്റൊരു രീതി. നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബൈട്ടോറിയം ചെയ്യുന്ന ഒരു വ്യക്തി അനുകരിക്കേണ്ടത് ആരെയാണ് അനുകരിക്കേണ്ടത്? നിങ്ങളുടെ ഒരു സജഷൻസ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ ആരെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് അനുകരിക്കേണ്ടത്? ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് പൂർത്തിയാകുന്നത് എങ്ങനെയാണ്? ആരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ, കമന്റ് ബോക്സുകളിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ മാത്രം ഉണ്ടാവും, ബാക്കിയുള്ള ആളുകൾ ചെയ്യണമെന്നില്ല. ചാറ്റ് ബോക്സ് ആരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും.
വിജയിച്ചവരെ. യെസ് വളരെ വളരെ സിന്ധു മാഡം പറഞ്ഞത് സക്സസ്ഫുൾ ആയവരെ. യെസ് ലീന മാഡം താങ്ക് യു. വിജയിച്ചവരെ. യെസ് വിജയിച്ചവരെ. വിജയിച്ച ലീഡേഴ്സിനെ. യെസ് ലീന മാഡം പറഞ്ഞത് വിജയിച്ചവരെ വീണ്ടും വിജയിച്ചു നിൽക്കുന്ന യെസ് യെസ് ഡ്യൂപ്ലിക്കേഷനിൽ സക്സസ് ആയവരെ. വിജയിച്ചവരെ. അനുഭവം പണം കൂടുതലുള്ളവരെ. യെസ് സക്സസ്ഫുൾ ലീഡേഴ്സിനെ. സക്സസ് ആയ ലീഡേഴ്സിനെ. വിജയം കൈവരിച്ചവരെ. യെസ് എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. വിജയിച്ച ലീഡർമാരെ, അനുഭവമുള്ളവരെ. യെസ് താങ്ക് യു സെന്തിൽ സാർ. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ആണ്. യെസ് അനുഭവ പാഠമുള്ളവരെ, വിജയിച്ചവരെ. ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ചേർത്ത് പിടിക്കുന്നവരെ. യെസ് ഓക്കെ താങ്ക് യു ഓൾ. താങ്ക് യു. എനിവേ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. നിങ്ങൾ ആക്റ്റീവായിട്ട് രാവിലെ തന്നെ ഉണ്ട്. നമ്മുടെ ഈ ഇതിൽ കാണുന്ന അതിരാവിലെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാനും പല സമയങ്ങളിലും വീഡിയോ ഓൺ ചെയ്ത് വെക്കാറില്ല. രാത്രി വൈകി വരുന്നത് കൊണ്ട് നമുക്ക് മിക്കവാറും സമയങ്ങളിൽ രാവിലെ സൂം ഓൺ ചെയ്തിരിക്കാൻ കഴിയില്ല. കഴിയുന്ന ആളുകൾ നിങ്ങളുടെ വീഡിയോ കൂടി ഒന്ന് ഓൺ ചെയ്തിരുന്നാൽ നല്ലത്. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഒരുപാട് ആളുകൾ നമ്മുടെ എല്ലാ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആ സെയിം പ്രതീതി തന്നെയാണ് നമുക്കുള്ളത്. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല. അതും ഒരു ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമാണ്. നിങ്ങൾ അവിടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് മറ്റു പണികളിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഇവിടെയുള്ള ആളുകളുടെ അറ്റൻഷൻ പോകും. യെസ് താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിജയം വിജയിച്ചവരെയാണ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് എന്ന് പറയുന്നു. അക്കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ ഒന്നുമില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ നടത്തേണ്ടത്. നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ആളുകളെ, സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സിനെ, സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ആള് ചിലപ്പോൾ ഒരുപക്ഷെ ആക്റ്റീവ് ആയിരിക്കണമെന്നില്ല. പലപ്പോഴും കുറ്റം പറയുന്നത് നമ്മള് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു അപകടം എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ആള് ചിലപ്പോൾ ഒരുപക്ഷെ ഒരാഴ്ച മുമ്പോ ഒരു ദിവസം മുമ്പോ ഒക്കെ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള ആളുകളായിരിക്കാം. ഒരു ദിവസം മുന്നേ ഈ ബിസിനസ്സിൽ നമ്മളിലേക്ക് വന്ന് ചിലപ്പോൾ അന്ന് തന്നെ നമ്മളെ കണക്ട് ചെയ്ത ആളായിരിക്കാം. അങ്ങനെ വന്ന ആള് ഒരു പക്ഷെ ഈ ബിസിനസ്സിൽ സീരിയസ് ആവണമെന്നില്ല. നമ്മളെ പോലെ സെയിം അതേ അവസ്ഥയിലാണ് ഈ ബിസിനസ്സിലേക്ക് അവർ വന്നിട്ടുള്ളത്. അവരൊരിക്കലും ഇത് നമ്മൾ ഒരു സക്സസിന്റെ പാതയിലായിരിക്കണമെന്നില്ല. അവരൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ലീഡർ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു മാസം മുന്നേ വന്ന ഒരു ലീഡറും അതേ അവസ്ഥയിലായിരിക്കണമെന്നില്ല. ഈ ബിസിനസ്സിൽ ആരെയാണ് നിങ്ങൾ അനുകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൽ സക്സസ് ആയി നിൽക്കുന്ന ഈ ബിസിനസ്സിൽ സീരിയസ് ആയിട്ടുള്ള അവരുടെ കുറച്ച് ക്വാളിറ്റീസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ബിസിനസ്സിലുള്ള ഒരു ചോദ്യമാണ് അല്ലെ. നമ്മളെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് മാനത്തെ മാരിയില്ല എന്തുകൊണ്ട് എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ചോദ്യം ചോദിക്കുന്നവരായിട്ട് ഒരു നെറ്റ്വർക്കർ മാറണം എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മളിലേക്ക് തന്നെ ചോദിക്കണം. എന്തിനാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യേണ്ടത്? ആരെയാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ചില ആളുകൾക്ക് ഈ ബിസിനസ്സിൽ നല്ല വരുമാനത്തിലേക്ക്
മാറുന്നത് കാണാം. അപ്പൊ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വിഷമതകളുണ്ട് അല്ലെ, ശരിയല്ലേ? നമ്മുടെ മനസ്സിൽ ചെറിയ അവർക്ക് വരുമാനം കിട്ടുന്ന, മറ്റേ ആൾക്ക് വരുമാനം കിട്ടുന്ന, ചില ആളുകൾക്ക് ഫോട്ടോസ് വരുന്ന, അവർക്ക് ഫാമിലി ബോണസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, അവർ 50,000 രൂപ അച്ചീവ് ചെയ്ത പോസ്റ്റർ കാണുന്നത്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ്. അവർക്ക് പറ്റുന്നു, മറ്റേയാൾക്ക് പറ്റുന്നു, എനിക്ക് പറ്റുന്നില്ല അല്ലെ? ഇവിടെ ഈ ബിസിനസ്സിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അവർക്ക് പറ്റും, മറ്റുള്ളവർക്ക് പറ്റും, എനിക്ക് പറ്റില്ല എന്നുള്ളത്. ഞാൻ പറയുന്നത് ഇവിടെ എല്ലാ ആളുകൾക്കും ഇപ്പൊ ഏകദേശം ഇപ്പൊ രാവിലെ നമ്മള് 99 ആളുകൾ, 100 ആളുകൾ തിരഞ്ഞിട്ടുണ്ട്. ആ 100 പേർക്കും കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. മനോജ് സാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ സക്സസ് ആയിട്ടുള്ള ഡാനി സാറിന്, ഷാജി സാറിന്, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും, നമുക്ക് എല്ലാവർക്കും കഴിയും, എനിക്കും കഴിയും, നിങ്ങൾക്കും കഴിയും, നമുക്ക് എല്ലാവർക്കും കഴിയും. പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ചോദ്യം അല്ലെ? നമുക്ക് എപ്പോഴും ഉള്ള ഒരു ഡൗട്ടിൽ പെട്ട ഒരു കാര്യമാണ് ഞാൻ എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ആരംഭിക്കേണ്ട ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, നമ്മൾ ഇന്നു മുതൽ ഈ ബിസിനസ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്ക് ദിവസവും ആരംഭിച്ചാൽ, ഒരു ദിവസത്തിന്റെ ആരംഭം തന്നെ നമ്മൾ ആലോചിക്കണം. ചിലപ്പോൾ ഈ ബിസിനസ്സിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കാം, കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് വൈറ്റോറിയം ബിസിനസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുക, നമ്മൾ ഇതുവരെ എടുത്ത അച്ചീവ്മെന്റുകളൊക്കെ എല്ലാം ജസ്റ്റ് ഒരു ബോണസ് ആയിട്ട് കണക്കാക്കുക. ഇന്നു മുതൽ, ഈ ഒരു നിമിഷം മുതൽ ഞാൻ ഈ ബിസിനസ്സിൽ പുതിയ വ്യക്തിയാണ് എന്നുള്ളത് ഇന്ന് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളത്. ഇന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ഞാനൊരു പുതിയ വ്യക്തിയാണ്. ഒരു പുതിയ വ്യക്തിക്ക് മാത്രമേ നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പഴയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറെ പാഠങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം നമ്മളൊരു സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള സോഫ്റ്റ്വെയറിനെ കളഞ്ഞിട്ട് വേണം പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യാൻ. സ്വാഭാവികമായിട്ടും നമ്മുടെ നിലവിലുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടീഷനിലാണ് അല്ലെ? നമ്മൾ കുറെ കാര്യങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ മാസങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട് അല്ലെ? നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എനിക്ക് കഴിയും, എനിക്ക് കഴിയില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചില ആളുകൾ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടന്നുകൊണ്ട് ആ അലസതയിലേക്ക് നമ്മൾ പല ആളുകളും മാറിയിട്ടുണ്ടാവും. ആ അലസത പിടിപെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സക്സസ് ആവാൻ ചാൻസ് ഇല്ല എന്ന് വേണം പറയാൻ. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ ഒരിക്കലും അത് കിട്ടണമെന്നില്ല. നിലവിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ട് ആണ് ഇപ്പൊ നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ ടീമും നിലവിൽ നമ്മുടെ വരുമാനവും ഒക്കെ എല്ലാം നിലവിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുള്ള റിസൾട്ടുകളാണ്. പുതിയ റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പുതിയൊരു റിസൾട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം പുതിയ റിസൾട്ടിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്താനായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, നമ്മൾ ഇന്ന് ആരംഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്നാണ് എന്റെ ID ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നു മുതൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നമ്മളിലേക്ക് 4 വിരലുകൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലെ? നമ്മളിലേക്ക് 4 വിരലുകൾ നിൽക്കുന്നു. നമ്മൾ പുറത്തുള്ള എല്ലാ ആളുകളെയും കറക്റ്റ് ചെയ്യുന്നതിലാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം അല്ലെ? നമുക്ക് ഏറ്റവും അധികം എളുപ്പമുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശരിയല്ലേ? നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും സാധ്യമാകും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്ന കാര്യം നമ്മുടെ അപ്ലൈൻ ലീഡറിന് ഇന്ന കുഴപ്പങ്ങളുണ്ട്, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ആൾക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്, സലീമിക്കയെ ഞാൻ കാണുമ്പോൾ സലീമിക്കയ്ക്ക് ഇന്ന കുറവുണ്ട്, ഞാൻ മറ്റൊരാളെ കാണുമ്പോൾ ഞാൻ പറയും മറ്റേ ആൾക്ക് ഇന്നൊരു കുറവുണ്ട്. നമ്മൾ അവരുടെ കുറവുകൾ പരിഹരിക്കാൻ നടന്നാൽ ഒരിക്കലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കാം, ഇന്ന് വരെ നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ടോ നമ്മുടെ ഒരു സംസാരം കൊണ്ടോ മറ്റൊരാൾ നന്നായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. കാരണം അത് സ്വയം തോന്നി സ്വയം തീരുമാനമെടുക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞു നന്നാക്കാൻ വേണ്ടി ചെന്നാൽ നമ്മളും അവരും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ആണ്. ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെയാണ്. ഞാൻ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഞാൻ
സ്വയമേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് സൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് എന്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊരു ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമാണ്. ഈ ബിസിനസ്സിൽ എന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഞാൻ ഇതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ മറ്റുള്ളവരോട് പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം ഞാൻ കയറിയിട്ട് ചോദിക്കുക, നിങ്ങളില്ലല്ലോ മറ്റേയാളില്ലല്ലോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഞാനുണ്ടോ എന്നുള്ളതാണ്. എനിക്കിതിൽ കയറാൻ കഴിയുന്നുണ്ടോ, ഞാൻ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട്, ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം കറക്റ്റ് ആകുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ സൂമിന്റെ ഭാഗമായിട്ടുണ്ടാകുക. ഇനി അടുത്ത ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ലിസ്റ്റ് മേക്കിങ്ങിന്റെ കാര്യം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അപ്ലൈയിൽ ലിസ്റ്റ് ഉണ്ടോ, മറ്റേ ആൾക്ക് ലിസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഈ ബിസിനസ് ചെയ്യാനുള്ള ടൂള്, ഈ ബിസിനസ്സിൽ വേറെ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് മേക്ക് ചെയ്യുക എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഏതൊരു വ്യക്തിക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. ഇത് വലിയ മലമറിക്കുന്ന കാര്യമൊന്നുമല്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ലിസ്റ്റ് ഉണ്ടാവും അല്ലെ, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ വരുന്നത്. ഒന്ന് ജസ്റ്റ് എസ് എന്ന് പറഞ്ഞൊന്ന് കമന്റ് ചെയ്ത് ഒരു വെറുതെ ഒരു എസ് ടൈപ്പ് ചെയ്താൽ അത് കാണാൻ വേണ്ടിയിട്ടാണ്. സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ബിസിനസ്സിലുള്ള ടൂളുള്ള ആളുകളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ് യെസ് യെസ്. ഏകദേശം 10-30 ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. സ്വന്തമായിട്ട് ഈ ബിസിനസ്സിൽ എനിക്ക് സഫിയയുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട് അല്ലെ. ഡ്യൂപ്ലിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ അത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. യെസ്, താങ്ക് യു ഓൾ, താങ്ക് യു. നിങ്ങൾ ആദ്യ സ്റ്റെപ്പ് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു ലിസ്റ്റ് ഉള്ള ആളുകളാണ് ഈ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേഷന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്വന്തമായി ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത പറയുന്ന കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന, നിങ്ങൾ കൂടെ ഇന്ന് നിങ്ങൾ ബിസിനസ് ആരംഭിച്ചിട്ടുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ഫ്രഷ് ആയിട്ട് ഇന്ന് ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ കൂടെ പാർട്ട്ണർ ആയിട്ട് വരുന്ന, നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ. നിങ്ങൾ പറയുന്ന കാര്യമല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നത്. നമ്മൾ ഒരാളോട് ലിസ്റ്റ് ഇടാൻ വേണ്ടി പറയുമ്പോ അല്ലെങ്കിൽ ലിസ്റ്റ് ഇടുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോ നമ്മുടെ കയ്യിൽ ഈ സാധനം ഇല്ലാതെയാണ് നമ്മൾ അവരോട് ചെന്ന് പറയുന്നത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോ അവര് നോക്കും എങ്ങനെയാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ലിസ്റ്റ് ബുക്കുമായിട്ട് ചെന്നിരുന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും അല്ലെ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സിസ്റ്റത്തിലായിരിക്കും. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ ആദ്യം അല്ലെ ക്ലോസ് റിലേറ്റീവ്സിനെ ആയിരിക്കും നമ്മൾ ആദ്യത്തെ ഒരു പേജിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അതൊരു 10-40 പേര് നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ അച്ഛന്റെ വീട്ടിലുള്ള ആളുകള്, അമ്മയുടെ വീട്ടിലുള്ള ആളുകള്, നമ്മുടെ വൈഫിന്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിന്റെ ഒരു ലിസ്റ്റ് ആദ്യത്തെ പേജിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അടുത്ത പേജിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിന്റെ ലിസ്റ്റ്.
നമുക്കൊരു ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരാളോട് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത് പോലും ഒരു ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമാണ്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആള് ചെയ്തിട്ടുണ്ടാവും. ഇത് തന്നെ സിസ്റ്റം റണ്ണാവും. നമ്മൾ ഇതൊരു കൺവെയർ ബെൽറ്റ് പോലെയാണെന്ന് പറയുന്നു. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മോൾഡിലേക്കാണ് നമ്മൾ ഇത് കയറ്റി വെക്കുന്നതെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ളതായിരിക്കും. നമ്മൾ ചില ആളുകൾ ഞാനെല്ലാം ചെയ്യുന്നുണ്ട് സാറേ, എന്റെ കൂടെ വന്ന ആളുകൾ ചെയ്യുന്നില്ല. നമുക്ക് പരാതിയല്ലേ? നമ്മൾ എന്ത് പരാതിയാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയുന്നത്? അവരെല്ലാവരും പരാതിക്കാരാണ് സാറേ, അല്ലെങ്കിൽ അവരെല്ലാവരും പരാതിക്കാരാണ് മാഡം എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ പരാതി എന്തുകൊണ്ട് പറയുന്നു? ഞാൻ ചെയ്യുന്നു, എന്റെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ ഇത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ പറയുന്ന കാര്യമല്ല, വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ കൂടെയുള്ള ഓരോ വ്യക്തികളും ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക, അത് മനസ്സിലാക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റ് മേക്കിങ്ങും ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്, നമ്മുടെ ബിസിനസിന്റെ ഭാഗമാണ്. ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഓരോ ആളുകളെയും ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ആ ഇൻവിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ സക്സസ് ആയിട്ടുള്ള അപ്ലൈൻ ലീഡറിനോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരാളോട് ഞാൻ ഇത് പറയുന്ന സമയത്ത് എങ്ങനെ അദ്ദേഹത്തെ കണക്ട് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡർ നമുക്ക് പറഞ്ഞു തരും. ആ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡറിനെ അതേ രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ള അദ്ദേഹം പറഞ്ഞു തരുമ്പോൾ, അയ്യോ ഇദ്ദേഹം അങ്ങനെ പറയുന്നത്, എനിക്ക് വേറൊരു രീതിയാണ്, ഞാൻ വേറൊരു രീതിയിലാണ്. നമ്മൾ ഒരിക്കലും ഒരു കുഴിയിലേക്ക് വീഴാനുള്ള ഒരു നിർദ്ദേശമൊന്നും നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻ ലീഡർ ഒരിക്കലും പറഞ്ഞു തരില്ല. അദ്ദേഹം ഒരുപാട് തവണ ഇതേപോലത്തെ പ്രതിസന്ധികളൊക്കെ നേരിട്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ നേരിട്ട വ്യക്തി ആയിരിക്കാം. അവരെന്ത് ചെയ്യും? അവര് നമ്മളെ നേർവഴിയിലൂടെ നയിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ നമുക്ക് തന്നിട്ടുണ്ടാവും. അതേ രീതി മാത്രം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത്. പക്ഷേ നമ്മുടെ തുടക്കം മുതലേ, ഈ ബിസിനസ് ആരംഭിച്ച സമയം മുതലേ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇതെല്ലാം എന്റെ കൂടെ വന്നിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന് ധരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇത് തന്നെയല്ലേ നിങ്ങളുടെ ടീമിൽ ഓരോരുത്തർക്ക് നടക്കുന്നത്, ഓരോ ആളുകൾക്ക് സംഭവിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ? നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും സക്സസ് ആയി മാറിയേ മതിയാവൂ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഓരോരുത്തരും കറക്റ്റ് ആയാൽ മാത്രം മതി. ഞാൻ പറഞ്ഞത്, ഈ ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് വലിയ മലമറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വലിയ വടവൃക്ഷങ്ങളിൽ തട്ടിയല്ല ഒരു മനുഷ്യര് വീഴുന്നത്, ചെറിയ ചെറിയ കൊച്ചു വള്ളികളിലും കുറ്റിച്ചെടികളിലും ഒക്കെ തട്ടിയിട്ടാണ് നമ്മൾ വീഴാറുള്ളത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത് ഇത്തരം കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളെ കറക്റ്റ് ചെയ്താൽ മാത്രം മതി ഈ ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ആവാനായിട്ട്. വളരെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളല്ല ഇവിടെ സക്സസ് ആയിട്ടുള്ളത്. വലിയ അടുത്ത പൊങ്ങാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളല്ല ഇവിടെ. മനോജ് സാറിനെ എടുത്ത് നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളത്. ഇവിടെ സക്സസ് ആയിട്ടുള്ള ആരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അവരുടെ പിന്നിൽ ഒരു വലിയ ഒരു അധ്വാനത്തിന്റെ, അവരുടെ പിന്നിൽ ഒരു വലിയ ഒരു പ്രവൃത്തിയുടെ കഥകൾ ഉണ്ടാവും അല്ലെ? പല ആളുകളുടെയും സക്സസ് നമ്മൾ കാണുന്ന സമയത്ത് അവര് പെട്ടെന്ന് കയറി സക്സസ് ആയി മാറിയതായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുക അവരുടെ സക്സസ് ആയതിന്റെ പിന്നിൽ വലിയൊരു ത്യാഗത്തിന്റെ, വലിയൊരു അധ്വാനത്തിന്റെ നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഇഷ്ടം എന്താണ്? നമുക്ക് പെട്ടെന്ന് സക്സസ് ആകുക എന്നുള്ളതാണ്. ശരിയല്ലേ? ഒരു 3 വർഷക്കാലം, ഞാൻ പറയുന്നു, ഒരു 3 വർഷക്കാലം ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ തുടക്ക സമയത്ത് നമ്മുടെ മനോജ് സാർ 10 മാസം കൊണ്ട് 1 CR അച്ചീവ് ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം ആ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ കാണാതെ പോകരുത്. നമ്മളിപ്പോ നിലവിൽ ചെയ്യുന്ന രീതിയിലല്ല അദ്ദേഹം ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഊണവും ഉറക്കവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ യാത്രകളും അദ്ദേഹം ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ, ഇതിൽ ഓരോ വ്യക്തികളും സക്സസ് ആയിട്ടുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കുക, അവരെല്ലാവരുടെയും ഒരു എഫേർട്ട് എടുത്ത് നോക്കിയാൽ അത് അതിന്റെ പിന്നിൽ ത്യാഗത്തിന്റെ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളുടെ ഒരു കഥ, നീണ്ട കഥ തന്നെ ഉണ്ടാവും. ഇത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസിന്റെ പാർട്ടായിട്ട് നിൽക്കുമ്പോൾ അത്തരം ആക്ടിവിറ്റീസുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ അല്ലെ? ഈ ബിസിനസ്സിൽ തുടക്ക സമയത്ത് ഒരുപാട് വ്യക്തികളെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ആളുകളാണ്. ഒരുപാട് വ്യക്തികളെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും നമ്മൾ ചെയ്തിട്ടുള്ള കഥകള്, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങള്, നമ്മുടെ അധ്വാനങ്ങള് വളരെ 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 ലിമിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ലിമിറ്റഡ് ആയിട്ടുള്ള സക്സസ് ആയിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഈ ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഇതെല്ലാം ഇതിന്റെ കാര്യങ്ങളാണ്. നമ്മൾ ഇടുന്ന ഇൻപുട്ടിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് കിട്ടാറുള്ളൂ? ഔട്ട്പുട്ട് കിട്ടാറുള്ളൂ. നമ്മുടെ ഇൻപുട്ട് കുറവാണ്. ഇൻപുട്ട് ഇടാനായിട്ട് നമുക്ക് എല്ലാവർക്കും വിഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇൻപുട്ട്, നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും പല സമയത്തും നമുക്ക് അവിടെയെല്ലാം നമ്മൾ കോംപ്രമൈസിന് തയ്യാറാവും അല്ലെ? ഞാൻ ഇത്തിരി എഫേർട്ട് ഇടും, പക്ഷെ എനിക്ക് റിസൾട്ട് കുറെ വേണം. ശരിയല്ലേ? നമ്മളിവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ, ബയോട്ടോറി ബിസിനസ്സിൽ വെറുതെ കയറി സക്സസ് ആവുന്ന ആരെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. വളരെ 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 ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ ഒരു പക്ഷേ ലെഫ്റ്റും റൈറ്റും ഒക്കെ ടീം വന്ന സമയത്ത് അദ്ദേഹം കയറി സക്സസ് ആയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ടീമിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവിലേക്ക് മാറിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അല്ലെ? അങ്ങനെ ആരും കയറി സക്സസ് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷേ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ പോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്ന സമയത്താണ് ഈ ബിസിനസിന്റെ വേഗത കൂടുന്നത്. ശരിയല്ലേ? ഈ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ ഫാസ്റ്റ് ആണോ അല്ലെ? നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ എത്രമാത്രം സ്പീഡിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മളെല്ലാ ആഘോഷങ്ങളുടെ പിന്നിലാണ് അല്ലെ? കഴിഞ്ഞ ഒരാഴ്ച എടുത്ത് നോക്കിയാൽ ഒരു ആഘോഷ തിമിർപ്പിലാണ്. നമ്മൾ ആ ആഘോഷങ്ങളൊന്നും വേണ്ടാന്നല്ല, എല്ലാ ആഘോഷങ്ങളും ത്യജിച്ച് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മറിച്ച് ആഘോഷങ്ങളുടെയൊക്കെ എല്ലാം ഉള്ളിലും നമ്മുടെ ഈ ബിസിനസ് മറന്നിട്ട് ഈ ബിസിനസ് മാറ്റിവെച്ചിട്ടുള്ള ആഘോഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് സക്സസ് എന്ന് പറയുന്ന കാര്യം വൈകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിവേ, ഇത്രയും ദിവസങ്ങൾ നമ്മുടെ ഒരു ആഘോഷങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ നിങ്ങൾ കടം വാങ്ങിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഓരോരുത്തരെയും കാണം വിറ്റും ഓണം ആഘോഷിക്കണം, ഓണം ഉണ്ണണം എന്നുള്ള നമ്മുടെ പഴമൊഴിയൊക്കെ അതെല്ലാം അതേ രീതിയിൽ തന്നെ നമ്മൾ അനുകരിക്കാറുണ്ട് അല്ലെ? കാണം വിറ്റാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും അല്ലെ? നമ്മുടെ ആഘോഷങ്ങളൊക്കെ എല്ലാം നമ്മൾ നല്ല ഗംഭീരമായിട്ട് നടത്തും. ഇനി അത് വീട്ടാനുള്ള അധ്വാനമാണ് ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നടത്താൻ വേണ്ടി പോകുന്നത്. ബൈറ്റോറിയം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചത്തെ അധ്വാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു കടവും വിൽക്കേണ്ട ഒരു ആവശ്യമില്ല, ഒരു കടവും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ ബിസിനസ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ മാത്രം മതി. കാരണം രണ്ട് ബിസിനസ്, ഒരു ക്രൈറ്റീരിയ പൂർത്തിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് സെയിൽസ് നടത്തിയാൽ അദ്ദേഹത്തിന് 6800 രൂപ 820 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ഓരോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും ഇങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ ബിസിനസ് ചെയ്തിട്ട് ഇത്രയധികം വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയും ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു മഹത്വം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ എത്രയോ ഇരട്ടി മൂല്യമാണ്, എത്രയോ ഇരട്ടി വരുമാനമാണ് നമ്മുടെ കമ്പനി തരുന്നത്. ഈ തരുന്ന വരുമാനം വാങ്ങിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നുള്ള മാത്രം കാര്യം ചെയ്താൽ മതി. ഇനി നമ്മുടെ ഡ്യൂപ്ലിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈനെ തിരയുന്ന സമയമാണ് ഇപ്പോ. ഈ സമയത്തൊക്കെ എല്ലാം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈൻസിനെ നമ്മൾ അന്വേഷിക്കാറുണ്ട് അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇന്ന ആളെ നമ്മൾ അനുകരിക്കാം എന്നുള്ളത്.
ഇന്ന ആളെ നമ്മൾ അനുകരിക്കാന്ന് പറയുമ്പോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ആണോ എന്നുള്ള ആ ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്തരത്തിലേക്കും ഈ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ ആളുകൾ അനുകരിക്കാൻ തുടങ്ങും. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ അനുകരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ടീം മാറുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ മനോജ് സാറിനെ കുറിച്ച് പറയുന്നതെങ്കിൽ നാളെ അത് സലീമിക്കയെ കുറിച്ച്, നാളെ അത് ഷാജി സാറിനെ കുറിച്ചും, നാളെ ഇവിടെ ഇരിക്കുന്ന ലീന മാഡത്തിനെ കുറിച്ചും, നാളെ ഇവിടെ ഇരിക്കുന്ന തങ്കമണി മാഡത്തെ കുറിച്ചും, ഇവിടെ ഇരിക്കുന്ന മനോജ് സാറിനെ കുറിച്ചും, നാരായണൻ സാറിനെ കുറിച്ചും, നമ്മുടെ ചാക്കോ സാറിനെ കുറിച്ചും ഒക്കെ പറയുന്ന രീതിയിലേക്ക്, പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് അല്ലേ. അവരെന്തുകൊണ്ട് ഈ ബിസിനസ്സിൽ സക്സസ് ആയി? ഇവിടെ ഇരിക്കുന്ന മനോജ് സാറിനെ, നമ്മളെ പ്രിയപ്പെട്ട ഡാനി സാറിനെ, ആരെ വേണമെങ്കിലും, അപ്പൊ അവരെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് വാദോരാതെ സംസാരിക്കുന്നുവെങ്കിൽ, അവര് സക്സസ് ആയ പാതയിലൂടെ നമ്മൾ അതേ രീതിയിലേക്ക് തന്നെ നമ്മൾ പോകുന്നതെങ്കിൽ, അവരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ആ കാര്യത്തിന് വേണ്ടിയിട്ട് അവരതിനു വേണ്ടിയിട്ട് അവരുടെ മനസ്സും ശരീരവും അവരുടെ പ്രവൃത്തിയും എല്ലാം ആ രൂപത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് മാറ്റിക്കൂടാന്നുള്ളതാണ്. സക്സസ് ആയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന്റെ അധ്വാനമാണ് അവർക്ക് ഈ സക്സസ് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ നമുക്ക് അതിന് തയ്യാറായി കൂടെ എന്നുള്ളതാണ്. അങ്ങനെ സക്സസ് ആവാൻ തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ അങ്ങനെ മാറാൻ തയ്യാറാണ്, ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ അതിന് തയ്യാറാണ് എന്ന് ഉറപ്പിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു. യെസ്. നിങ്ങൾ ഓരോരുത്തരും അതിന് തയ്യാറാണ് എന്നതാണ് ഈ രാവിലെ സമയം 6 മണി സമയം. ഇതിൽ നിരന്തരം ഈ സൂമിന്റെ ഭാഗമായിട്ട് കയറുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സക്സസ് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് സൂമിന്റെ ഭാഗമായി രാവിലെ 6 മണി എന്ന് പറഞ്ഞാൽ 5:55 സൂം ഓൺ ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ സൂമിന്റെ ഭാഗമായിട്ട് കയറുന്നത്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കയറുന്ന, യെസ്, താങ്ക് യു. ഒരുപാട് 30-40 വ്യക്തികൾ ഇപ്പോ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ അല്ലെ, ഒരു ട്രാൻസ്ഫോർമേഷനിൽ തയ്യാറായി എന്നുള്ളതാണ്. പരുന്തിന്റെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ പരുന്ത് എന്ന് പറഞ്ഞ ഒരു പക്ഷി ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതാണ്. നിങ്ങൾ പലപ്പോഴും പല സമയങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവാം. പരുന്തിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, പരുന്ത് ഒരു ഘട്ടമെത്തുന്ന സമയത്ത് ഒരു 30 വർഷമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ വർഷം ജീവിക്കുന്ന ഒരു പക്ഷി കൂടിയാണ് പരുന്ത് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പരുന്തിന്റെ ജീവിതത്തിൽ ഒരു 30 വർഷമൊക്കെ ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ ജീവിതത്തിലും അത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പരുന്തിന് സംഭവിക്കുന്നത്, ആ പരുന്തിന്റെ കൊക്കുകൾ ഇങ്ങനെ വളഞ്ഞിട്ട് ഇരയെ പിടിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് മാറും. ഒരു പക്ഷിക്ക് ഇരയെ പിടിക്കാൻ പറ്റാത്ത അതിന്റെ ചുണ്ടുകൾ ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്നത്, ഒരു ഇരയെ പിടിക്കാൻ പറ്റില്ല എന്നുള്ള പരുന്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ ദൂരത്ത് നിന്ന് അത് കണ്ടിട്ട് വന്ന ഇരയെ റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ചുണ്ടുകൾ വളഞ്ഞു പോകുമ്പോൾ ഇതിന് ഇരയെ പിടിക്കാൻ കഴിയാണ്ട് വരും. അത് ചുണ്ടിന് തടിപ്പ് വെച്ചിട്ടുണ്ടാവും. അതിന്റെ വിരലുകളിൽ അതിന്റെ നഖങ്ങൾ വളഞ്ഞു പോയിട്ടുണ്ടാവും. ആ നഖങ്ങൾ കൊണ്ട് ഒരു ഇരയെ കറന്നു പിടിക്കാനായിട്ട് പറ്റാതെ വരും. അതിന്റെ ചിറകുകൾക്ക് കനം കൂടിയിട്ട് അതിനിങ്ങനെ പറക്കാനായിട്ട്, ഉയരത്തിൽ പറക്കാൻ കഴിയാതെ അതിന്റെ ചിറകുകൾക്ക് കട്ടി കൂടിയിട്ടുണ്ടാവും. ഈ ഒരു ഘട്ടത്തിൽ പരുന്തെടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഇനി ജീവിതത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ഒരു ട്രാൻസ്ഫോർമേഷന് ഞാൻ തയ്യാറാവണം എന്നുള്ള രീതിയിലേക്ക് ഒരു പരുന്ത് അതിന്റെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ആ ടേണിംഗ് പോയിന്റിൽ പരുന്ത് ഏതെങ്കിലും ഒരു പാറമടയിൽ പോയിട്ട് അതിന് പറ്റിയ രീതിയിലേക്ക് കഴുകൻ അങ്ങനെ പറയാം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് അത് പോയിട്ട് ഒരു പാറമടയിൽ പോയി അതിന്റെ അവിടെ നിന്ന് ഒരു മാസങ്ങൾ എടുക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനിൽ തയ്യാറാവും എന്നുള്ളതാണ്. ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുണ്ടുകൾ പാറയിലടിച്ച് അത് പൊളിച്ചു കളയും. അത് പുതിയ ചുണ്ടുകൾ വരാനായിട്ട് കാത്തിരിക്കും. ആ പുതിയ ചുണ്ടുകൾ മുളക്കുന്ന സമയത്ത് അതിന്റെ കാലിലെ നഖങ്ങൾ പറിച്ചു കളയും. പുതിയ നഖങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കും. ആ ചുണ്ടും നഖവും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ചിറകുകളെല്ലാം പറിച്ചു കളയും. പുതിയ ചിറകുകൾ വരാൻ വേണ്ടി
കാത്തിരിക്കും, പുതിയ തൂവലുകൾ വരാൻ കാത്തിരിക്കും, അതിന്റെ പുതിയ ചിറകുകൾ വരും, പുതിയ നഖവും പുതിയ ചുണ്ടും, ഇനി പുതിയ ശൂന്യ ആകാശത്തേക്ക് പറന്നുയരാനുള്ള ആ ഒരു ചിറകുകൾക്കെല്ലാം എല്ലാം പുതിയ ചിറകുകൾ രൂപാന്തരപ്പെടുകയും ഇതെല്ലാം പുതിയ ട്രാൻസ്ഫോർമേഷന് വിധേയമാകി കഴിയുമ്പോൾ അത് പറന്ന് വീണ്ടും അതിന്റെ പുതിയ വരുന്ന 10-20 വർഷം വീണ്ടും ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അത് മാനസികമായും ശാരീരികമായിട്ടും അത് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു മാസക്കാലം അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെടുത്തിട്ടുള്ള തീരുമാനമാണ്. ഒരു പരുന്തെടുക്കുന്നതെങ്കിൽ അതിന്റെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് പരുന്ത് തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിന്റെ 10, 40, 50 വയസ്സും 60 വയസ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. പല പ്രായക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇന്നെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് അല്ലെ. നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പുതിയ തീരുമാനങ്ങൾ എനിക്ക് മാറണം, ഞാൻ മാറിയേ മതിയാവുള്ളൂ, ഞാൻ മാറിയാലാണ്, ഞാൻ തുടങ്ങിയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അവരെല്ലാം നോക്കിയിട്ടല്ല ഈ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ എന്നെയാണ് നോക്കുന്നത്. എന്നെ കറക്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ടുള്ള കാര്യം. ഞാൻ എന്റെ അപ്ലൈൻ ലീഡേഴ്സ്, ഡാനി സാറുണ്ട്, മറ്റു പല മനോജ് സാറുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരെന്തുകൊണ്ട് അങ്ങനെ, അവരെന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളല്ല എന്റെ, മറിച്ച് എന്നോടുള്ള ചോദ്യം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയാണ്, ഞാൻ കറക്റ്റ് ആയിക്കൂടെ, എന്നെ കറക്റ്റ് ചെയ്തുകൂടെ, ഈ ചോദ്യം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ എന്നോട് സ്വയം കുറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഞാൻ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഓരോരുത്തരോടും ഉള്ള എന്റെ റിക്വസ്റ്റ് ആണ്, നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. നമ്മൾ കറക്റ്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിസ്റ്റം കറക്റ്റ് ആവും. KBC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഏകദേശം ഇപ്പോ 133ഓളം വ്യക്തികൾ ഈ ഭാഗമായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും കറക്റ്റ് ആകാൻ തുടങ്ങിയാൽ ഡെയിലി നമുക്ക് ബിസിനസ് വരും. ഡെയിലി ഞാൻ തുടങ്ങി താഴേക്ക് നടക്കുന്ന ബിസിനസ് ആണ്. എന്റെ കൂടെ ഉള്ള ആളുകൾക്ക് വരുമാനം കിട്ടുമ്പോഴാണ് ഞാൻ സക്സസ് ആവുന്നത്. അപ്ലൈ ലീഡർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ടീമിലേക്ക് വരുമാനം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളിലൂടെ നടക്കുന്ന ഒരു ടീമിനെ, അല്ലെങ്കിൽ നമ്മളിലൂടെ ബിൽഡ് ആവുന്ന ഒരു ടീമാണ് നാളെ നമുക്ക് വരുമാനം കൊണ്ട് തരുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ കറക്റ്റായ മാത്രം മതി. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. നമ്മൾ പുറത്തന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമുക്ക് നമ്മളിൽ അന്വേഷിക്കുക എന്നുള്ളത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഭാഗമാണ്. ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറയുമ്പോൾ ഒരാളോട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യമില്ലേ? നമ്മൾ മറ്റു പല കമ്പനികളുടെ പ്ലാനുകളും മറ്റു പല കമ്പനികളുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാനായിട്ട് പഠിക്കാനായിട്ട് ഒരു MBBS എടുത്താൽ ആളുകൾക്ക് പറയാൻ പറ്റുന്നതിൽ കൂടുതൽ കാര്യങ്ങളാണ് ചില കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇവിടെ അത്തരം സയൻസുകളൊന്നും നമുക്ക് പഠിപ്പിക്കാനില്ല. വളരെ എളുപ്പത്തിൽ ഏതൊരു മനുഷ്യനും വേണ്ട ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അവന്റെ സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മാഗ്നെറ്റോ തെറാപ്പിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഇത് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ, നമ്മൾ ഈ ബിസിനസ്സിൽ ഒരു പരാജയമാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന്റെ സയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ മാത്രം പറഞ്ഞാൽ പോരെ, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളെ കുറിച്ച് മാത്രം പറയാൻ പഠിച്ചാൽ നിങ്ങൾ ഇത് പറയാൻ എന്ന് തുടങ്ങുന്നുവോ അന്ന് തൊട്ട് നിങ്ങളുടെ ടീമും വലുതാവും. നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്ലൈൻ ലീഡർ വരട്ടെ, അദ്ദേഹം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നടക്കും. അദ്ദേഹം എന്നില്ല എന്ന് ഇല്ലാത്തൊരു ഘട്ടം എത്തുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് നിന്നു. ശരിയല്ലേ? നമ്മൾ ഇത് പറയാൻ തുടങ്ങിയാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ ഇത് പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പറയുമ്പോഴാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവുന്നത്. നമ്മളിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു തീരുമാനം, ഇന്നത്തെ ഒരു തീരുമാനം എടുത്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വരുന്ന ഓണം ആകുന്ന സമയത്ത്, ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയമേ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബിസിനസ് പറയാൻ ചെല്ലുന്ന സമയത്ത് നമ്മളൊരു ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. ആ കാര്യം ഒരു ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ നമ്മൾ പോകുന്നതെങ്കിലും പോലും അവിടെ കയ്യിൽ കൊടുത്ത് പോകാതെ നമ്മൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് അതേ രീതിയിൽ ഇട്ടിട്ട് പോകാതെ നമ്മൾ ഡ്രസ്
ട്രൈപ്പോഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഒരാൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് സ്വീകരിക്കുന്നത്. അല്ലെ, ഇവർ ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പോകുന്ന ആളാണ്, ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നാൽ ഞാൻ സക്സസ് ആവും. അല്ലെ, അങ്ങനെയാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളിൽ നിന്നുള്ള ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആരംഭിക്കണം. എപ്പോഴും എനിക്കിപ്പോഴും നാളെയും മറ്റന്നാളും എന്നും പറയാനുള്ളത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിൽ നിന്നാവണം ഇതെല്ലാം ആരംഭിക്കേണ്ടത്. നമ്മളിൽ നിന്ന് ആരംഭിക്കുക എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇന്ന് തുടങ്ങി നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നത് നമ്മളൊരു മനുഷ്യരാകുക എന്നുള്ളതാണ്. എപ്പോഴും പറയുന്ന കാര്യം നമ്മളൊരു മനുഷ്യരാകുക എന്നുള്ളതാണ്. നമ്മളൊരു കരുണയുള്ള സഹജീവികളോട് അവരോട് ഒരു കരുതലുള്ള ഒരു വ്യക്തിയായി മാറുന്ന സമയത്ത് നമ്മളെ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് മറ്റുള്ളവന്റെ പ്രശ്നമെന്ന് കണ്ടാൽ ആ മറ്റുള്ളവനെ സംബന്ധിച്ച് അവന് വരുമാനം കിട്ടാത്തപ്പോൾ അവർ പരാതി പറയുമ്പോൾ, സാർ എനിക്ക് വരുമാനമില്ല, എനിക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഇതേ അവസ്ഥകൾ മാനേജ് ചെയ്ത ആളുകളല്ലേ നമ്മൾ ഓരോരുത്തരും. ഇതേ അവസ്ഥകൾ തന്നെയല്ലേ നമുക്കും ഉണ്ടായിട്ടുള്ളത്, ഇത് അവസ്ഥകൾ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവനെ കേൾക്കാൻ തയ്യാറാകുക. ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അത് മനസ്സിലാക്കാനായിട്ടും അത് വിലയിരുത്താനായിട്ടുള്ള ഒരു ബോധ്യത്തിലേക്ക് അവരെന്താണോ നമ്മളോട് പറയുന്നത് അതേ അർത്ഥത്തിൽ തന്നെ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറിയാൽ അവിടെ നിന്ന് നമ്മുടെ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേഷൻ ആരംഭിച്ചു. ഇതേ സിസ്റ്റം തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യും. നമ്മളൊരു നല്ല വ്യക്തിയായി മാറുമ്പോൾ ഉറപ്പായിട്ടും നമ്മളിലേക്ക് സക്സസ് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഒരിക്കലും അത് തടഞ്ഞു വെക്കാൻ കഴിയില്ല. നല്ലൊരു വ്യക്തികളിലേക്ക് എപ്പോഴും ജീവിതത്തിൽ സക്സസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ആരെ എടുത്തു നോക്കിയാലും, ജീവിതത്തിൽ സക്സസ് ആയ ആരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നല്ലൊരു മനുഷ്യനെ ഒരു ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി കഴിയുള്ളൂ. നല്ലൊരു വ്യക്തിത്വത്തിന് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി കഴിയുള്ളൂ. നല്ലൊരു വ്യക്തിത്വമായിട്ട് നമ്മൾ ഇന്നു മുതൽ, അല്ലെങ്കിൽ നിലവിൽ നിങ്ങളായിരിക്കാം, അതിനെ കൂടുതൽ ഷാർപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് ധരിക്കുന്നിടത്താണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. നിലവിൽ എനിക്കിതെല്ലാം അറിയാം, അല്ലെ, ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്, ഇത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ 100% ആണ്. എവിടെ നമ്മുടെ റിസൾട്ടുകൾ? അല്ലെ, ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ഇതെല്ലാം തികഞ്ഞ ആളാണെന്ന് പറയുമ്പോഴും എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഞാൻ ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഇത് എനിക്ക് വേണ്ടി കൂടി പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങളോട് ഞാൻ സംവദിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇത് എന്നിൽ നിന്നാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് വന്ന് വാദോരാതെ സംസാരിക്കുന്ന ആളല്ല. ഇത് ഞാൻ ചെയ്ത് ജീവിതത്തിൽ സക്സസ് ആയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറിയ സമയത്താണ് എന്തെങ്കിലുമൊക്കെ വരുമാനവും ഒരു ടീമും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെയും ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും അത് മാറുമെന്ന് പറഞ്ഞത് എനിക്ക് വളരെ 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 അധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേ, ഇന്നത്തെ ഒരു ദിവസം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളും ആ ഒരു ലെവലിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീണ്ടും വീണ്ടും പറയുന്ന കാര്യം, അദ്ദേഹം ഈ പ്രോഗ്രാമിൽ കയറിയിട്ടില്ലെങ്കിൽ പോലും ഈ പ്രോഗ്രാം നടക്കും. ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്മുടെ മലബാർ, നമ്മുടെ മിനീഷ് സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ വയനാട്ടിൽ വെച്ചൊരു 2 day ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം ഇന്ന് സൂം അറ്റൻഡ് ചെയ്യുന്ന പല ആളുകളും അവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് കൂടിയാണ് നമ്മുടെ സൂമിൽ കയറിയിട്ടുള്ളത്. റേഞ്ചിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ പോലും അവരെല്ലാവരും ഈ ബിസിനസ്സിനോട് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. പല ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. 2 ദിവസം മാറി നിന്നുകൊണ്ട് ഒരു പ്രദേശത്ത് പോയി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ജീവിതത്തിൽ സക്സസ് ആവാനുള്ള പാഠങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പുതിയ ആളുകളുണ്ട്. എല്ലാവർക്കും മാറാനായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ, അല്ലെങ്കിൽ എനിക്ക് സക്സസ് ആവണം എന്നുള്ള തീവ്രമായിട്ടുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഒരു ഫലമായി, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് അവരവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറ് എല്ലാ ദിവസവും ഈ സൂമിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിൽ കയറാതിരിക്കാം, നമ്മളെല്ലാവരും ചേർന്ന് ഇത് നടത്തും, ഇത് മുന്നോട്ട് തന്നെ പോകും. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സിസ്റ്റം അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ അദ്ദേഹം ഈ ബിസിനസ്സിൽ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ്, അങ്ങനെ പല ലീഡേഴ്സും
ഈ ബിസിനസ്സിൽ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുക. എനിവേ, ആ ഒരു രീതിയിലേക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള, ഒരു ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിട്ടുള്ള, ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ ഡ്യൂപ്ലിക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റബിൾ ലീഡറായിട്ട് ഞാൻ അല്ലെങ്കിൽ നമ്മൾ മാറും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഈ ഒരു സമയത്ത് എടുത്തിട്ടുണ്ട്. എനിവേ, എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയട്ടെ. ഈ ഒരു സമയം എന്നെ ശ്രവിച്ച മുഴുവൻ ആളുകളോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിന് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. എനിവേ, എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരുപാട് സെയിൽസുകൾ കിട്ടുന്ന, ഒരുപാട് നല്ല മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിലേക്ക് കടന്നു വരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറട്ടെ. ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. താങ്ക് യു. സ്നേഹവും പ്രിയപ്പെട്ട ലീഡർ അഭിലാഷ് സാറിന് സമർപ്പിക്കുന്നു. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മളുടെ സാറ് നമ്മൾക്ക് വേണ്ട രാവിലെയുള്ള ഈ അറിവുകൾ പകർന്നത്. ഇപ്പോ നമ്മളുടെ സൂമില് 130 പേരുണ്ട്. 130 പേരിൽ എത്ര ലീഡേഴ്സിനെ അഭിസാറ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പലരും ചിലപ്പോ കിച്ചണിലൊക്കെ തിരക്കിലായിരിക്കും, എങ്കിലും എല്ലാരും തന്നെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് അറിവ് പകർന്നു തരുന്ന, നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ജീവിതത്തിൽ സക്സസ് ആക്കാം എന്ന് നിങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുത്ത ആളുകളാണ്. ഒരുപാട് ആളുകളുടെ കമന്റ്സ് വന്ന് വളരെ നല്ല അഭിപ്രായങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഒരു സ്നേഹം ഇത്രയും ഒരു നല്ലൊരു 104 ആൾക്കാർക്കോളം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും നമ്മളുടെ ടീമിനെ ഇത്ര നല്ല രീതിയിൽ നയിക്കുകയും ചെയ്യുന്ന, വളരെ നല്ല അറിവുകൾ പകർന്നു തരുന്നതുമായിട്ടുള്ള അഭിസാറിന് നമുക്കൊരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ പൂക്കൾ അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാം. സാറ് പറഞ്ഞ ഒരു കാര്യം, ഒരു പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടമായി. വലിയ വടവൃക്ഷങ്ങളിൽ തട്ടിയല്ല നാം വീഴുന്നത്, ചെറിയ ചെറിയ കുറ്റിച്ചെടികളിൽ തട്ടിയ മാത്രമാണ് വീഴുന്നതെന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടതാണെന്നുണ്ടെങ്കിൽ പോലും അത് ഹൃദയത്തിൽ കൊണ്ടു. എല്ലാവരും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാവരും ബിസിനസ്സിൽ വിജയിച്ച ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ഒട്ടുമിക്ക സൂം മീറ്റിങ്ങിലും കേട്ടിട്ടുണ്ട് നമ്മളുടെ യൂസഫ് അലി സാറിനെ പറ്റിയിട്ടാണ് എല്ലാവരും തന്നെ പറയാറ്. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്രയും സക്സസ് ആയിട്ടുള്ള ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് ഇദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ടായിരിക്കാം ആ ഒരു പേര് വരുന്നത്. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഈ കുറഞ്ഞ ടൈം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റിലോട്ട് വരാം. നമ്മളുടെ ഈ KBC ടീമില് ഒരുപാട് ലീഡേഴ്സ് സൂം പ്രസന്റേഷൻ നടത്താറുണ്ട്. പക്ഷേ ഒരു 95% ലീഡേഴ്സും അവർക്ക് എന്ത് കിട്ടി എന്നുള്ളത് പറഞ്ഞ് എപ്പോഴും പോവാറില്ല. പക്ഷേ ഈ സൂം ഞാൻ അറ്റൻഡ് ചെയ്ത ടൈം തുടങ്ങിയിട്ട് അഭിലാഷ് സാറ് പറയുന്നുണ്ട്, അഭിലാഷ് സാറും സുധി സാറും അവരൊരു ജോയിന്റ് അക്കൗണ്ട് ആണ്, അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, ഒരു ടീമിനെ നയിക്കുന്നു. 6 മാസത്തിന് മുൻപ് ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് 32 ലക്ഷം രൂപ കിട്ടിയെന്നാണ്. ഞാൻ ഫസ്റ്റ് ആ സൂം അറ്റൻഡ് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞത് അതാണ്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇന്നലത്തെ സൂമിലും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ 40 ലക്ഷം രൂപ കഴിഞ്ഞു. ഇന്ന് ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞു 40 ലക്ഷം രൂപ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഈ സൂര്യപ്രകാശവും വായും എല്ലാം നമുക്ക് ഒരുപോലെ തന്നെയാണ് ദൈവം തരുന്നത്. അതുപോലെ തന്നെ ഒരു അവസരം നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ആരെയും വിഷമിപ്പിക്കുന്നതല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് 6 മാസം കൊണ്ട് 8 ലക്ഷം രൂപയോളം അഭിലാഷ് സാറിന് ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മൾ ആ ടൈമിലും ഇവിടെ സൂം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പല ലീഡേഴ്സും വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ട്, അല്ലാതെ പലരും സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ലീഡേഴ്സ് പല ദിവസങ്ങളിൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അഭിലാഷ് സാർ എടുക്കുന്ന ഹാർഡ് വർക്കും ആ സ്മാർട്ട് വർക്കും
നമ്മളുടെ KBC ടീമിൽ ഒരു ഫോട്ടോസ് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് വരുന്നത് ആ സൂമിന്റെ ലിങ്കും കാര്യങ്ങളും ഷെയറും ബാക്കി എല്ലാ ടീമിനെയും നയിച്ചുകൊണ്ടിരിക്കുക. അവരെടുക്കുന്ന ആ ഒരു എഫക്ട് അതിനാണ് ആ ഒരു സക്സസ് ആണ്. നമുക്ക് സക്സസ് ആയിട്ടുള്ള ഒരാളെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളിലോട്ട് പോവണ്ടേ. നമ്മളുടെ ബിസിനസ് ചെയ്ത് എന്നും നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നമ്മൾ സൂമിൽ അറ്റൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പോലും അഭിലാഷ് സാർ എന്നും സൂമിലുണ്ട്. അപ്പൊ നമ്മളുടെ മുന്നിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് തന്നെ ഈ ലെവലില് ഒരു അധികം വൈകാതെ തന്നെ 1 CR പോലെ എത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ആ ഒരു ഡെഡിക്കേഷൻ നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് വിജയിച്ച ആളുകളുടെ ഒപ്പമാണെന്ന് നേരത്തെ ഒരു ഫസ്റ്റില് കമന്റില് അതാ വന്നത്. ഡ്യൂപ്ലിക്കേഷനിൽ ഫസ്റ്റില് പറഞ്ഞ വിജയിച്ചവര് സക്സസ് ആയവര് കൂടെ നിർത്തുന്നവര് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ വന്നായിരുന്നു. അത് സത്യമാണ്. നമ്മളുടെ മുന്നിൽ കുറഞ്ഞ ടൈം കൊണ്ട് ഇത്രേ ഹൃദയശുദ്ധിയുള്ള ഒരുപാട് ആളുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഈ കുറഞ്ഞ ഒരു 6 മാസം കൊണ്ട് 8 ലക്ഷം രൂപ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്ക് എന്തുകൊണ്ട് ഈ എമൗണ്ട് കുറഞ്ഞു പോയി, നമ്മളെ ഈ സമയം എന്ത് ചെയ്തു. ഇദ്ദേഹത്തിന് നമ്മൾക്ക് പല ഫോട്ടോസുകളും കാണാം. ഞാൻ കൂടുതൽ അങ്ങനെ കാണാം. അവരെപ്പോഴും യാത്രകളായിരിക്കും, പല ജില്ലകളിലും ഓട്ടത്തിലായിരിക്കും, എല്ലാ പ്രോഗ്രാംസിലും ഉണ്ടാവും, എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുമ്പോ അതിന്റെയൊക്കെ ഒരു 50% പോലും ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യാത്ത ആളുകളാണ് നമ്മുടെ സൂമിലുള്ള. എനിവേ എന്തൊക്കെ ആയാലും ആ ഒരു നമ്മളുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിയിട്ട് ഇന്നു മുതൽ എല്ലാ ലീഡേഴ്സിനും എന്നും വരുമാനം, എന്നും ഫാമിലി ബോണസ് കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മള് റിസ്ക് എടുക്കുക, എല്ലാവരെയും കാണുക. അപ്പൊ ഇന്നത്തെ സൂം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മനോജ് സാറിനെ ക്ഷണിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഒരുപാട് താങ്ക് യു. മനോജ് സാർ പ്ലീസ് കം. ഓക്കെ താങ്ക് യു തങ്കമണി മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ അഭിമാനമായ നമ്മുടെ എല്ലാം സുഹൃത്ത് അഭിലാഷ് സാറാണ് നമ്മളോട് സംവദിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് ഇന്ന് ഇവിടെ തങ്കമണി മേഡം തന്നെ പറഞ്ഞു. വളരെ പ്രത്യേകതരം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. കൂടെ വന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലായാലും ജീവിതത്തിലായാലും ഒരു നല്ല മനുഷ്യ സ്നേഹിയായി മാറുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ധർമ്മം. നമ്മുടെ പേര് തന്നെ മനുഷ്യൻ എന്നാണ് അല്ലെ. മനുഷ്യത്വം എന്നോ കൈവിട്ടു പോയിരിക്കുന്നു പല മനുഷ്യർക്കും ഇന്ന് അല്ലേ. പക്ഷേ ആലോചിച്ച് നോക്കണം നമ്മള്. ആ മനുഷ്യൻ എന്ന പേര് ഇന്ന് നിരർത്ഥകമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യൻ. അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ, ഒരു ഉത്തമ പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മളെ സഹജീവികളോട് എന്തൊക്കെയാണ് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുക, എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സജീവമായിട്ട് താൻ നിൽക്കുന്ന എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗ്രേറ്റ് ലീഡറാണ് അഭിലാഷ് സാർ. ബിഗ് കൺഗ്രാജുലേഷൻ അഭിലാഷ് സാർ. താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഉത്തമ യുവത്വമാണ് അദ്ദേഹത്തിൻ്റെ. ഒരു സംശയം വേണ്ട. ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബ്ലഡ് ഡൊണേഷന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആദ്യം നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. അവിടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. സക്സസിലേക്ക് എത്തണമെങ്കിൽ കുറെ പാതകളുണ്ട് നമുക്ക്. വെറുതെ കുറെ കണക്ക് പഠിച്ചതിനെ കൊണ്ടോ അല്ലെങ്കിൽ കുറെ സയൻസ് പഠിച്ചതിനെ കൊണ്ടോ കുറെ ഹിസ്റ്ററി പഠിച്ചതിനെ കൊണ്ടോ ഒന്നും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ആദ്യം നല്ലൊരു ഉത്തമ മനുഷ്യനായി മാറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നല്ലൊരു സ്നേഹം എല്ലാവരോടും പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം, ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കണം, അവരുടെ മനസ്സിൽ നമുക്കൊരു ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം നേടാൻ വേണ്ടി സാധിക്കണം. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് സാധിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നമ്മൾ വിജയം തുടങ്ങുന്നത്. അതിന് വിട്ടുവീഴ്ച, ക്ഷമ എന്നിവ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. പലർക്കും വിട്ടുവീഴ്ച ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു തെറ്റാരെങ്കിലും ചെയ്താൽ പിന്നെ അവിടെ തീർന്നു. ക്ഷമയും വിട്ടുവീഴ്ചയും നമ്മൾ ക്ഷമിക്കുമ്പോ നമ്മൾ അവരുടെ മുമ്പിൽ അല്ലെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഉയർത്തപ്പെടുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ദൈവം നമ്മളെ ഉയർത്തുകയാണ്. ചിലപ്പോൾ നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ടി വരും അല്ലെ ചില വിട്ടുവീഴ്ചയ്ക്ക്. പക്ഷെ നമ്മളെ ദൈവം ഉയർത്തുകയാണ് ചെയ്യുന്നത് ആ അവസരത്തിൽ.
അപ്പൊ വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ, പൊരുത്തപ്പെടാൻ, സ്നേഹിച്ചു നിർത്താൻ ഒക്കെ നമ്മൾക്ക് കഴിയുമെങ്കിൽ നമുക്ക് വലിയ സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതാണ് ആദ്യമായിട്ട് സക്സസിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്? ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളതാണ് അല്ലെ. എങ്ങനെയാണ് നമുക്ക് ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മളൊരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മുടെ ID രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന 10 അക്ക നമ്പർ കിട്ടും നിങ്ങൾക്ക്. ആ 10 അക്ക നമ്പർ നിങ്ങൾ കാണാതെ എല്ലാവരും പഠിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം പണി. മനസ്സിലായ? സ്വന്തം ഭർത്താവിന്റെ ഫോൺ നമ്പർ പോലും ഭാര്യയ്ക്ക് അറിയില്ല, ഭാര്യയുടെ ഫോൺ നമ്പറും ഭർത്താവിന് അറിയില്ല. അത് മൊബൈലിൽ നിന്ന് നോക്കിയെടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലെ. അപ്പോ അത് നമ്മളെ മനസ്സിലേക്ക്, നമ്മളെ ബ്രെയിനിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കണം ID നമ്പർ. അവിടുന്ന് പണി തുടങ്ങും. ഈ 10 അക്ക ID നമ്പറിന്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ കാലശേഷവും നമ്മുടെ നോമിനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ID നമ്പറാണ്. നമ്മുടെ കാലശേഷം നമ്മളെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും ആധാർ കാർഡിന്റെ അക്കൗണ്ട് നമ്പറും പാൻ നമ്പറും ഒക്കെ പോകും ഇല്ലേ. അതൊക്കെ കത്തിച്ച് കളയേണ്ടി വരും. പക്ഷെ ഈ അക്കൗണ്ട് നമ്പർ, ബയോട്ടോറിയത്തിന്റെ ID നമ്പർ നമ്മുടെ നോമിനിക്ക് കിട്ടും. അത് അവിടെ ഉണ്ടാവും. അവിടെ നിന്നാണ് പണി തുടങ്ങുന്നത്. ആ ID അടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളതിൽ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഡ്യൂട്ടീസ് മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ പറഞ്ഞ നമ്മുടെ അപ്ലൈൻ എന്താണോ ചെയ്തത്, അതായത് സക്സസ്ഫുൾ ആയ അപ്ലൈൻ, അതാണ് നിങ്ങളുടെ ലീഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൊണ്ടെത്തുന്ന ഒരാളുണ്ടാവും, അദ്ദേഹം നമ്മളെ പോലെ ഒരാളായിരിക്കും തുടക്കത്തിൽ. പക്ഷെ നമ്മളെ സക്സസ്ഫുൾ ആയ അപ്ലൈൻ എന്തൊക്കെയാണോ ചെയ്തത് അതേപോലെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ ഇവിടെ വിജയിക്കാൻ. സിമ്പിൾ ആണ് അല്ലെ, വളരെ ഈസിയാണ്. പക്ഷെ എന്നാൽ ഡിഫിക്കൽട്ടാണ്. അതാ നമ്മൾ പറയാം, സിമ്പിൾ ആൻഡ് ഡിഫിക്കൽട്ട്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാ സിമ്പിളുമാണ്. എന്ത് ചെയ്യണം? ലിസ്റ്റ് തയ്യാറാക്കണം അല്ലെ. അദ്ദേഹം വിളിച്ച് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കൂടെ വന്ന ആളെ വീട്ടിൽ ചെന്നിട്ട് ആ കിറ്റ് ഓപ്പണിംഗ് സെറമണി, പ്രൊഡക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ ചെന്നിരുന്നിട്ട് അവരെ കൊണ്ട് ഡയറി എടുത്തിട്ട് ഇല്ലെങ്കിൽ ലിസ്റ്റ് എഴുതില്ല കേട്ടോ. ലിസ്റ്റ് എഴുതും, തുണ്ടുകടലാസിൽ എഴുതി പോക്കറ്റിലിടും. 2 ആളെ കാണാനുണ്ടെന്ന് പറയും. ആ 2 ആളെ കഴിയുമ്പോൾ ആ ലിസ്റ്റ് കീറിക്കളയും. കഴിഞ്ഞ് പിന്നെ അടുത്ത 2 ആളെ കാണാനുള്ള ലിസ്റ്റ് തയ്യാറാക്കും. അത് കീറിക്കളയും. ഫോളോ അപ്പ് നടക്കില്ല. ലിസ്റ്റ് നമ്മൾ അവിടെ വീട്ടിൽ ചെന്നിരുന്നിട്ട് നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് അവരെ കൊണ്ട് ഒരു 10, 50, 30 എത്ര പേർക്ക് അവർക്ക് എഴുതാൻ പറ്റും അത്രയും ലിസ്റ്റ് എഴുതിക്കുക. അത് നമ്മൾ ചെയ്യേണ്ട ഒരു ലീഡറുടെ ഉത്തരവാദിത്തമാണ്. ആ ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിന് എന്ത് ചെയ്യണം ഇല്ലേ, ഇമ്പോർട്ടന്റ് ലിസ്റ്റ് ഉണ്ടാക്കണം. അതിനകത്ത് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം ലിസ്റ്റിന്. ആദ്യം കാണേണ്ട ആളുകൾ, അതിലൊക്കെ കുറെ കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം കാണേണ്ട ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. വെറുതെ അങ്ങ് ചെല്ലരുത്. അപ്പോയിന്റ്മെന്റ് എടുത്തില്ല, എന്റെ സുഹൃത്താണ്, എനിക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ പോവാം, എന്റെ ബന്ധുവാണ്, നമുക്ക് ഏത് പാതിരാത്രിക്കും ചെല്ലാലോ. അങ്ങനെയല്ല. നമ്മൾ അപ്ലൈൻ ലീഡറെയും കൂടെ കൊണ്ട് ചെല്ലുമ്പോൾ അവരോട് അനുവാദം ചോദിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട രീതികളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അതൊന്നും നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് നമ്മുടെ ടീം ഡെവലപ്പ് ആക്കി വരുന്നത്. ടീം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കുറേ പ്രോസസ്സ് ഉണ്ട്. വളരെ സിമ്പിളാണ്. ലിസ്റ്റ് എടുക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, അവിടെ ചെല്ലുക, അവിടുന്ന് സംസാരിക്കുക. അപ്ലൈന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആളാണ് പുറത്തു പോയിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കിച്ചണിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ബന്ധുവായിരിക്കും ചിലപ്പോ, മനസ്സിലായ? അതല്ല ചെയ്യേണ്ടത്. നമ്മൾ എല്ലാവരും ഫാമിലീസിന് മൊത്തം അവിടെ വിളിച്ചിരുത്തി കൊണ്ടുവേണം സംസാരിക്കുന്നത്. വളരെ സീരിയസ് ആയിരിക്കണം നമ്മുടെ അപ്ലൈൻ അവിടെ സംസാരിക്കുമ്പോൾ. ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അതേപോലെ തന്നെ പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ എത്തണം. ഇപ്പൊ 134 ആണ്. 200-200 പ്രോഗ്രാമിൽ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരവാദി ആരാണ്? മനോജ് തൃപ്പൂണിത്തുറ അല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന്റെ ഉത്തരവാദി. നിങ്ങളുടെ ടീമിൽ നിന്ന് ഇന്ന് ഈ ജീനിയസിനും വിന്നേഴ്സിനും എത്ര പേര് കയറിയിട്ടുണ്ട് നിങ്ങൾ നോക്കണം. അവരെ വിളിക്കണം. എന്തുകൊണ്ട് കയറിയിട്ടില്ല, ചില കാരണങ്ങൾ. ഓക്കെ, നോ പ്രോബ്ലം കേട്ടോ. അവരെ തല്ലുകൂടാനല്ല പറഞ്ഞത്. അവർക്ക് ഓക്കെ കുഴപ്പമൊന്നുമില്ല, നാളെ കയറണം കേട്ടോ. ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പറയണം അവരോട്. അവർ വഴക്കമുണ്ട്, എന്നെ നാളെ എന്നെ വർക്കിന് വിളിക്കണ്ട, ഞാൻ ഒറ്റ വർക്കിന് വരില്ല, നീ സൂമിൽ കയറിയിട്ടില്ലല്ലോ ഇല്ലേ, ഇങ്ങനെ പറയരുത്. എന്തുകൊണ്ട് കയറിയില്ല, എന്താ കാരണം അന്വേഷിക്കുക. അപ്പൊ പറയും എനിക്ക് ഇങ്ങനെ സുഖം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇവിടെ മറ്റേ കല്യാണത്തിന് പോയിട്ട് മറ്റേ വീട്ടിലായിരുന്നു, ഇങ്ങനെയായിരുന്നു, യാത്രയിലായിരുന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ടാകാം അല്ലെ. അപ്പൊ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം കറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഒരു 200-300 പേരെങ്കിലും നമുക്ക് ഈ സൂമിൽ കയറ്റാം. ഇത് പല ലീഡേഴ്സും അവരുടെ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. നോ പ്രോബ്ലം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ ആരൊക്കെ കൃത്യമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ അവരുടെ ടീം വളരും, സക്സസ് ആവുക ലീഡേഴ്സ്. നാളെ സക്സസ് ആയില്ലെങ്കിൽ മുകളിലോട്ട് നോക്കിയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ട്രീ തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്, മനസ്സിലായോ?
അദ്ദേഹം അങ്ങനെ ചെയ്തില്ല, ഇദ്ദേഹം ഇങ്ങനെ ചെയ്തില്ല എന്നൊന്നും പറയരുത്. ഇതിന്റെ ഒരു വഴിയാണ്, വിജയിക്കാനുള്ള ഒരു പ്രോസസ്സിന്റെ ഒരു വഴിയാണ് എന്ത്, ഈ സൂം മീറ്റിംഗ്. രാവിലെ 6 മണിക്ക് കുറച്ച് ഇതിനകത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലത്. അതുകൊണ്ട് നാളെ മുതലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ടീമിലുള്ള ആളുകളെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് ഡ്യൂട്ടീസാണ്. ഇത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ്, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ടീമിനെ കൊണ്ട് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിക്കുന്നില്ല, ഉണ്ടോ? അപ്പൊ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ പരാജയപ്പെടുകയാണ്, ഇല്ലേ? അതേപോലെ രാത്രിയിൽ നടക്കുന്ന പ്രോഗ്രാം 2 ദിവസം രാത്രി ഉള്ളൂ, 8 മണിക്കാരും കിടന്നുറങ്ങുന്നില്ലല്ലോ. ഇന്നലേക്ക് വെറും 117 പേരൊക്കെ കയറിയത് ആ പ്രോഗ്രാം. കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും ആളുകൾ നമ്മുടെ സിസ്റ്റത്തിൽ വിജയിക്കാൻ വേണ്ടി വന്നിട്ട് അപ്പൊ അവിടെ എന്ത് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല? നമ്മൾ നിർബന്ധമായിട്ടും പ്രോഗ്രാം, ഞാനിപ്പോ ഇത് വയനാട്ടിൽ നിൽക്കുകയാണ്, ഇന്നലെ രാത്രിയിലൊക്കെ ഞാൻ യാത്രയിലായിരുന്നു. അപ്പൊ ഞാൻ ആ പ്രോഗ്രാം ഒക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എത്ര പേര് കയറി, ആരൊക്കെ എന്തൊക്കെയാ സംസാരിക്കുന്നത്, ആരൊക്കെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്, എല്ലാം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. രാവിലെ തന്നെ നമ്മുടെ കുറെ ഡ്യൂട്ടീസ് നമുക്കുണ്ട്. നമ്മൾ ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയലല്ല ഒരു ലീഡറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താണോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ടീമിലുണ്ടാവുക. തങ്കമണി മേഡത്തിന് ടീമിലേക്ക് കാണുന്നില്ലെങ്കിൽ തങ്കമണിയുടെ ടീമിലുള്ളവർ ഇതിനകത്ത് കയറത്തില്ല. തങ്കമണിയൊന്നും കയറുന്നില്ല, ഞാനെന്തിനാ കയറും, ഇല്ലേ? ഉറപ്പല്ലേ? അത് നോക്കും ആളുകൾ. 2 ദിവസം കയറി നോക്കുമ്പോ തങ്കമണി മേഡം ഇല്ല കേട്ടോ, നമുക്കെന്തിനാ? അവർ വരത്തില്ല. അതാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ ടീം ചെയ്യുള്ളൂ. വിജയത്തിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മൾ വിജയിക്കുന്നതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അല്ലാണ്ട് അപ്പലൈൻ ലീഡർക്ക് വലിയ വിജയത്തിന്റെ ഗുണമൊന്നും കൊടുക്കേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കും. ഞാൻ വിജയിച്ച വഴിയതാ. എന്റെ സുഹൃത്ത് ആന്റണി ബോട്ടിസ് എനിക്ക് പ്ലാൻ പരിചയപ്പെടുത്തി, ശശിസാർ വന്നു. ഇതൊക്കെ കേട്ടപ്പോ ആന്റണി ബോട്ടിസ് സാറിനെ കൊണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. തുടക്കത്തിൽ ഞങ്ങൾ എറണാകുളത്ത് 2-3 വീടുകളിലൊക്കെ ചെന്ന് സംസാരിച്ച് 2-3 സിറ്റിംഗ് ഒക്കെ നടത്തിയെന്നല്ലാണ്ട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു ആന്റണി സാറിനോട്. ഇത് എന്റെ ബിസിനസ്സാണ്, ഞാൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോവാണ്, താങ്ക് യു, ബസ്, അല്ലേ, ഓൾ ദ ബെസ്റ്റ്, ഇത്രേ ഉള്ളൂ. അന്ന് മുതൽ ഞാൻ എന്തായി, എനിക്കിത് ആവശ്യമല്ല, ഞാനൊരു അത്യാവശ്യക്കാരനായതുകൊണ്ട് ഇതിന്റെ സിസ്റ്റം കംപ്ലീറ്റ് പഠിച്ചെടുത്ത് ഞാൻ ഓടാൻ തുടങ്ങി. രാവും പകലും ഇല്ലാതെ രാവിലെ പകലാക്കണം, അല്ലേ? മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ കയറി ഇരിക്കേണ്ടി വരും. ട്രെയിൻ കിട്ടിയാൽ നിൽക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. ഇതൊന്നും പറ്റില്ല. കഷ്ടപ്പാടില്ലാതെ വിജയം ഉണ്ടാവില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, രാത്രി ഇല്ലെങ്കിൽ പകലില്ല, അല്ലേ? ഒരു രാത്രിയുടെ അവസാനമാണ്, അല്ലെ, വെളിച്ചം തരുന്ന പകലിൽ നിന്ന് നമുക്ക് യാഥാർത്ഥ്യമാണ്, അല്ലെ, നമുക്കറിയുന്ന ഒരു കാര്യമാണ്, അല്ലെ? അതുപോലെ തന്നെയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പരാജയവും സങ്കടവും വേവിലാതിയും ആവിലാതിയും ദുഃഖവും കരച്ചിലും വേദനയും ഒന്നും അനുഭവിക്കാതെ സക്സസിലേക്ക് ഒരു മനുഷ്യൻ ലോകത്ത് എത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കോളൂ. ഏതാളുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. അംബാനി യമനിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയി നിന്ന ആളാണ്, അല്ലെ? ധീരുഭായി അംബാനി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? അത് മനസ്സിലാക്കണം. ഇവിടെ കഷ്ടപ്പെടാൻ പറ്റൂല. മഴയത്ത് ഇറങ്ങാൻ ഇന്ന് മഴയാണിടി, ഇന്ന് പോകണ്ട, നമുക്ക് നാളെ പോകാം കേട്ടോ, മാറ്റി വെക്കുക. മഴയത്ത് നിങ്ങൾ പോകണം, മഴ കുറച്ച് നനയണം, അപ്പോഴാണ് നിങ്ങളെ പ്രകൃതി ശക്തി പോലും വിജയിപ്പിക്കുക. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അവിടെ ഓക്കെ ആയിട്ടുണ്ടാവും. മഴ മാറി നാളെ പോകാൻ നിൽക്കുമ്പോഴേക്കും അവർ പറയും എനിക്കിന്ന് സമയമില്ല കേട്ടോ, എനിക്കിന്ന് വേറെ അടുത്ത് പോകണം, വരണ്ടെന്ന് പറയും. കച്ചവടം തീർന്നു. 2 ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ അടുത്ത് വേറെ ആരെങ്കിലും പോയിട്ടുണ്ടാവും, അവര് വേറെ ആളുടെ ടീമിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായ? ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യണം, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം. മഴ മഴയുടെ ജോലി ചെയ്യട്ടെ, വെയിലിന്റെ ജോലി ചെയ്യട്ടെ. കഷ്ടപ്പെടാൻ തയ്യാറാകണം എന്നുള്ളതാണ്. വിജയിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാകണം. കുറച്ചങ്ങോട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് അങ്ങ് പോകും. മനസ്സിലായ? ഞാൻ എപ്പോഴും പറയും പോലെ, ലിഫ്റ്റ് കയറി നമ്മൾ നടക്കാറില്ല, ട്രെയിനിൽ കയറി നമ്മൾ ഓടാറില്ല, ഫ്ലൈറ്റിൽ കയറി നമ്മൾ സഞ്ചരിക്കാറില്ല. അതിൽ കയറാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിലൂടെ, ഈ ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റത്തിലൂടെ, നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്തൊക്കെ ചെയ്യാം ആ സിസ്റ്റത്തിലൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഹായ് എന്ന് അടിച്ചാൽ മതി. മനസ്സിലായ? വളരെ എന്താ പറയുക, വളരെ അത് അനുഭവിക്കണം നിങ്ങൾ. അതിന്റെ ഒരു ടേസ്റ്റ്, അതിന്റെ മധുരം, അതിന്റെ അനുഭവം നിങ്ങൾ അനുഭവിച്ചറിയണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓരോ സുപ്രഭാതങ്ങളും നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ നോക്കിയാൽ മതി ഇന്നത്തെ വരുമാനം. ഇന്ന് ഞാൻ നോക്കുമ്പോഴേക്ക് ഏകദേശം 30,000 രൂപയിൽ കൂടുതലുണ്ട് രാവിലെ. മനസ്സിലായ? അപ്പൊ ആവേശമാണ്. ഒരു മാസം ഞാൻ പറഞ്ഞു എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ റീപർച്ചേസ് കൂടി വന്നതോട് കൂടിയിട്ട് ഒരു മാസം 45 ലക്ഷത്തിന്റെ സ്ക്രീൻഷോട്ട് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗ് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് റൊട്ടി ചാവലിന് വേണ്ടി ആവരുത് നിങ്ങൾ.
റൊട്ടീനുള്ള ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാശ് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ആരും ഡയറക്ട് സെല്ലിംഗ് ചെയ്യണ്ട. അവർക്കെല്ലാം തൊഴിലുകൾ പറയുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഇതിനകത്തേക്ക് വരുന്നതെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിൽ വരാതിരിക്കുന്നതാണ്. ഡയറക്ട് സെല്ലിങ്ങിൽ വരുന്നവർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകണം, വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകണം. നടക്കാത്ത കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടാകും. എഴുതി വെച്ചതൊക്കെ കണ്ട മക്കൾ വായിച്ചിട്ട് കളിയാക്കുക, എന്റെ അമ്മ ഇത് നടക്കുമോ ഇല്ലേ? എറണാകുളത്ത് എടപ്പള്ളിയിൽ വലിയൊരു 25,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു മാള് പണിയാണ് തങ്കമണി മേഡം. ഇത് എഴുതി വീട്ടിൽ വെച്ച മക്കൾ കണ്ട് കീറിക്കളി. നടക്കൂല അമ്മ, വെറുതെ ഇതൊന്നും എഴുതി വെക്കണ്ടെന്ന് പറയും. ഇല്ലേ? ഉറപ്പല്ലേ? ഇങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങൾ നിങ്ങൾ കാണണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. 45 ലക്ഷം ഒരു മാസം എന്ന് പറഞ്ഞാൽ നടക്കൂല എന്നോട് പലരും പറഞ്ഞു. ഞാൻ വെറുതെ നടക്കും. 1 കോടി രൂപ ഒരു വർഷം കൊണ്ട് നടക്കുവോ? നടക്കൂല എന്ന് വിചാരിച്ചു. പക്ഷെ നടക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടപ്പോ അത് നടത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നടന്നപ്പോ, ഞാൻ അങ്ങോട്ട് ഓടിയപ്പോ നടന്നു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതുപോലെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം നമുക്ക്. അത് നടത്തിയെടുക്കും. 10 വർഷത്തേക്ക് നിങ്ങളൊരു എന്താ പറയുക, പിക്ചറൈസ് ചെയ്യണം നിങ്ങളെ ലൈഫിനെ കുറിച്ച്. ഇപ്പൊ അല്ല, ഇപ്പൊ ദാരിദ്ര്യമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലായിരിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പിക്ചറൈസ് ചെയ്യണം നിങ്ങൾക്ക്. എന്നിട്ട് വേണം ഇതിന് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ട്. അവർക്ക് മാത്രമേ വലിയ സക്സസ് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഫാമിലി ബോണസ് മതി, അരിയും പച്ചക്കറിയും മീനൊക്കെ വീട്ടിൽ കറിയും ഒക്കെ ഉണ്ടാക്കാം, ജീവിച്ചു പോകാൻ അത് മതി ഇല്ലേ? ആഴ്ചയിൽ ഒരു ഫാമിലി ബോണസ്. അതിനല്ല ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുന്നത്. അവർ ഡയറക്ട് സെല്ലിങ്ങിൽ വരണ്ട, അവർക്ക് വേറെ ജോലിക്ക് പോയാൽ മതി ഇല്ലേ? ഉറപ്പല്ലേ? കിട്ടുമല്ലോ. അതുകൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നിർത്തുക, സോറി. അപ്പൊ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ആവേശത്തോടു കൂടിയിട്ട് ഇത് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുമാണ് വലിയ സക്സസിലേക്ക് എത്തുള്ളൂ. തുടക്കത്തിൽ കഠിനാധ്വാനം ഉണ്ട്, കഷ്ടപ്പാടുണ്ട്, ഉച്ചയ്ക്കും കളിയാക്കും, കുറ്റപ്പെടുത്തും, നിനക്കൊന്നും വേറെ പണിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയും പലരും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്. അവർ പരാജയപ്പെടും. എന്ത് പേമാരി വന്നാലും അടിയുറച്ചു നിൽക്കണം, എന്ത് ഭൂകമ്പം വന്നാലും അടിയുറച്ചു നിൽക്കണം. അടിയുറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ, നിലപാടിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയും പോലെ, നാളികേരത്തിന് ഉപമിച്ചാൽ പെട്ടെന്നൊന്നും അതിനകത്തുള്ള കാമ്പും മധുരമുള്ള നാളികേരം കഴിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇളനീർ കുടിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പക്ഷെ അത് കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദിവസം കുടിച്ചുകൊണ്ടിരിക്കാം. ക്ലിയർ ആയ? അതുകൊണ്ട് ഉറച്ചു നിൽക്കണം. പലരും വരും, പലരും പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പലരും വരും, പലരും പോകും. പോയാലും നിലപാടിൽ ഉറച്ചവിടെ നിൽക്കണം. മനസ്സിലായില്ലേ? എന്റെ കൂടെയും പലരും വന്നു, പലരും പോയി. പലരും പോയപ്പോ പറഞ്ഞു, മനോ തകർന്ന് തരിപ്പണമായി പോയി. ഭയങ്കര സന്തോഷമായിരുന്നു പലർക്കും. ഇനി മനോജ് തീർന്നു പോയി. മനോജിന്റെ ലെഫ്റ്റും പോയി, റൈറ്റും പോയി, എല്ലാം പോയി എന്ന്. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഇതൊക്കെ പ്രകൃതി ശക്തിയാവുന്നത്. ലെഫ്റ്റും റൈറ്റും പോയാൽ 100 ആളുകൾക്ക് ലെഫ്റ്റിലും വരും, റൈറ്റിലും വരും, ജീനിയസിലും വിന്നേഴ്സിലും വരും. അതുകൊണ്ട് ആരെയും കണ്ടിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യരുത്. ഞാൻ എന്റെ നിലപാടനുസരിച്ച് ഞാൻ ബിസിനസ് ആര് പോയാലും ആര് വന്നാലും വേണ്ടില്ല, ഞാൻ എന്റെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഉറച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്. ഒരു സംശയം വേണ്ട. മനസ്സിലായില്ലേ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങാൻ വേണ്ടി പാടില്ല. പോയവർ പോയിക്കോട്ടെ. അതിനേക്കാൾ കഴിവുള്ളവർ നമ്മുടെ കൂടെ വരും. അവരിലേക്ക് എത്താനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. എത്തുന്നവരെ പരിശ്രമിക്കാനുള്ള തന്റേടും ചങ്കൂറ്റും മനസ്സുറപ്പും ഉണ്ടാവണം നിങ്ങൾക്ക്. അവിടെയാണ് നിങ്ങൾ വിജയിക്കുക. മനസ്സിലായ? പലരും പോകും, പലരും വരും. അവരുടെ നിലപാടൊന്നും കണ്ടിട്ടല്ലോ നമ്മൾ വന്നത്. ആണോ? ഇവരൊക്കെ വരുമെന്ന് കണ്ടിട്ട് വിചാരിച്ചിട്ടാണോ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നത്? അല്ല, നമുക്കൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലേക്ക് കൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. തേടി പലരും വരും. നിങ്ങളൊരു ലീഡർ ആണെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പല കമ്പനിക്കാരും പല ലീഡേഴ്സും ഓഫേഴ്സ് ആയിട്ട് വരും. ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് അത് ചെയ്തുതരാം, ഇത് ചെയ്തുതരാം, മോഹന വാഗ്ദാനങ്ങളായിട്ട് വരും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ആ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദിക്കണ്ട, അവരുടെ എല്ലാ അനുഭവങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് ദൈവം തന്ന അടിപൊളിയായിട്ടുള്ള വേൾഡിലെ ഫസ്റ്റ് കമ്പനി, ബെസ്റ്റ് കമ്പനിയാണ് നമ്മുടെ ബയോട്ടോറിയം. സൂപ്പർ ഇൻകം പ്ലാൻ, മിറാക്കിൾ റിസൾട്ട്, മിറാക്കിൾ അല്ലെ പ്രൊഡക്റ്റ്, ഇത്രയും നല്ല അവസരത്തെ കിട്ടിയിട്ട് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വിജയിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തികച്ചും മാതൃകാപരമായിട്ട് വേണം ഒരാളോട് പെരുമാറാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും. നമ്മളെ മറ്റുള്ളവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം അറിയാതെ. മനസ്സിലായ? നമ്മൾ സത്യസന്ധമായിട്ട് നല്ല കൃത്യമായിട്ട് ആളുകളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് കൂടുകൂട്ടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്. അതുകൊണ്ട് കുറെ പണം കിട്ടിയത് മാത്രം കൊണ്ട് അച്ചീവർ ആവില്ല. പണമല്ല ഒരു അച്ചീവറെ, ഒരു സക്സസ് പേഴ്സണെ തീരുമാനിക്കുന്നത്. പണം അതിന്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, അല്ല എന്നല്ല പറയുന്നത്. മനസ്സിലായോ?
അതുകൊണ്ട് പണത്തോടൊപ്പം നമ്മളും കൂടി ശുദ്ധീകരിക്കപ്പെടണം, നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് ഈ സുപ്രഭാതത്തിൽ പറയാനുള്ളത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിജയിക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം വിജയിക്കണം വേണോ വേണ്ടിയോ എന്ന്. പുഷ് യുവർ സെൽഫ്, സ്റ്റാർട്ട് യുവർ സെൽഫ്. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയൽവക്കത്തെ ഒരാൾ വന്നിട്ടല്ല അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആണോ? അല്ല. പുഷ് യുവർ സെൽഫ്, സ്റ്റാർട്ട് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം തീരുമാനിക്കണം, അല്ലെ? നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകണം. ഇത്ര മാസം കൊണ്ട് ഇന്ന പോയിന്റിലേക്ക് ഞാൻ എത്തുന്നതാ. 50 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് കൊടുത്താൽ യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് വയനാട്ടിലാണ്. വയനാട്ടിൽ നമ്മുടെ മിനീഷ് സാറിന്റെ ടീമിന്റെ നേതൃത്വത്തിൽ ഒരു 2 ഡേ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയാണ്. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബത്തേരിയിലാണുള്ളത്. ഇവിടെ നിന്ന് ഒരു 10-12 കിലോമീറ്ററിനാണ് എനിക്ക് തോന്നുന്നത് ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റെഡിയാവാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. 10 മണിക്കാണ്, 9 മണിക്ക്. ഇപ്പൊ രാവിലത്തെ അവിടെ യോഗ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. അവരെല്ലാം സൂമില് വളരെ സജീവമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. പലരും അവിടുന്ന് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ബിജു സാറൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ശോഭാ മേഡത്തിനെയും നയന മേഡത്തിനെയൊക്കെ കുറച്ച് നേരത്തെ കണ്ടു. പുഷ്കരൻ സാർ വന്ന് സംസാരിച്ചു. അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാവുന്ന ആളുകളെ കാണുകയും പ്രൊഡക്റ്റ് കൊടുക്കലും BOP വരില്ലോ ഒന്നും അല്ല ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കല്. വേറെ ലെവലിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അത് ഓരോ ടീമുകൾ അത് കണ്ടക്ട് ചെയ്യണം. RTP റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ 2 ദിവസം താമസിച്ച് നിങ്ങളുടെ ടീമിനെ എല്ലാം കൂടി ചേർത്ത് പിടിച്ച് നമുക്ക് ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ വേറൊരു വൈബ് ഉണ്ടാവും, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ഒരു ഹൃദയ ബന്ധങ്ങൾ ഉണ്ടാവും പരസ്പരം ടീം തമ്മിൽ അങ്ങോട്ട്. മനസ്സിലായ? ആ ഹൃദയ ബന്ധങ്ങൾ പിന്നെ നമുക്ക് വേർപെടുത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ബോണ്ടിങ് ആയി മാറും. അപ്പൊ അവര് നമ്മുടെ ടീമിൽ നമ്മുടെ കൂടെ എപ്പോഴും ബിസിനസ്സിൽ ഉറച്ചു നിൽക്കുന്നുള്ളതാണ്. അപ്പൊ അത് ഓരോ ടീമുകളും അതാത് ലീഡേഴ്സ് പ്ലാൻ ചെയ്തിട്ട് ഇതേപോലെ RTPകൾ പ്ലാൻ ചെയ്യാം. അതാത് പ്രദേശങ്ങളിൽ പറ്റുന്ന പ്രദേശങ്ങളിൽ 2 ദിവസത്തെ ട്രെയിനിങ് നമ്മളെ തലത്തിലേക്ക് വേറൊരു തലത്തിലേക്ക് നമ്മളെ മൂഡിന് മാറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പൊ എന്തായാലും ആ പ്രോഗ്രാമിന് എല്ലാ വിജയാശംസകളും ഞാൻ നേരുകയാണ്. ഇതുപോലെ എല്ലാ ലീഡേഴ്സും അവരവരുടേതായ ചെറിയ ചെറിയ ടീമിന്റെ 10, 40, 50 പേരടങ്ങുന്ന ടീമിനെ കോർത്തിണക്കിക്കൊണ്ട് വലിയ വലിയ പ്രോഗ്രാമിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. പ്രോഗ്രാമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് സക്സസിൽ കുറഞ്ഞൊന്നും നമുക്കില്ല. വിജയം ഉറപ്പാണ്. ഈ കൂടെ രാവിലെ വന്ന് നിൽക്കുന്ന ഓരോരുത്തരും വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ഈ സുപ്രഭാതത്തിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ടീമും നമ്മുടെ സിസ്റ്റവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ആവേശത്തോടു കൂടി നിങ്ങൾ ഏറ്റെടുത്തോളൂ, മുന്നോട്ട് പോയിക്കോളൂ. സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. പുതിയ ആളുകളെ ദിവസം കാണുക. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഒരു ദിവസം അല്ലെ നമ്മുടെ ബയോട്ടോറിയം ഓഫീസിൽ അല്ലെ വൺസ് യു ആർ അച്ചീവേഴ്സിന്റെ ലിസ്റ്റ് അവിടെ പ്രസിദ്ധീകരിച്ച് അല്ലെ അവിടെ പേരെഴുതുമ്പോ അവിടുന്ന് കേരളത്തിൽ നിന്ന് 100 കണക്കിന് അച്ചീവേഴ്സിന്റെ പേരുണ്ടാവും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അവിടെ മനോജ് തൃപ്പൂണിത്തുറയുടെ പേര് മാത്രമല്ല ഉണ്ടാകുക, നിങ്ങളുടെ പേരുകൾ കൂടി അവിടെ തങ്കലിവുകളാൽ എഴുതിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളും കൂടെ അതിന് ഭാഗവാക്കായിട്ട് നിങ്ങളുടെയും കൂടെ ഒരു അർത്ഥമായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഊർജവും ശക്തിയും ആവേശവും മനസ്സും ദൈവം ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങുക, കൂടുതൽ ആളുകളെ കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഇബേട്ടോറിയം.